ക്ലബിന്റെ 82ാമത്തെ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ അംഗങ്ങളും വിശിഷ്ടാതികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. യോഗ കർത്തവ്യങ്ങൾ ചെയ്യുന്നവർ, പ്രസംഗകർ, പ്രസംഗ മൂല്യനിർണയം നടത്തുന്നവർ എന്നിവർ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഓഡിയോ നിശബ്ദമാക്കി വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. മതം, ജാതി, രാഷ്ട്രീയം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം എന്നിവ ഒഴിവാക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവർക്ക് പ്രയോജനമായേക്കാം. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ദൗത്യ പ്രസ്താവന: ക്രിയാത്മകമായ പഠനാന്തരീക്ഷം പ്രദാനം ചെയ്ത് പരസ്പരം പിന്തുണയോടെ ആശയവിനിമയ പാടവവും നേതൃത്വ നൈപുണ്യവും വളർത്തി അംഗങ്ങളെ ശാക്തീകരണത്തിലൂടെ മെച്ചപ്പെട്ട ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും സാധ്യമാക്കുക എന്നതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ദൗത്യം. നമ്മുടെ ക്ലബിന്റെ ഇന്നത്തെ യോഗ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിനായി നമ്മുടെ ക്ലബിന്റെ അധ്യക്ഷയും നല്ലൊരു സംഘാടകയും കൂടിയായ ടോസ്റ്റ് മാസ്റ്റർ അപർണനെ നല്ലൊരു കയ്യടിയോടെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. നന്ദി ജൂഹി. ടോസ്റ്റ് മാസ്റ്റർ അപർണ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ജൈത്രയാത്ര തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ ആകുന്നു. നിരവധി ലീഡർഷിപ്പ് റോൾസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏരിയ ഡയറക്ടർ, ഡിസ്ട്രിക്ട് 116 അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, ഡിസ്ട്രിക്ട് 116 ഗ്രേവൽ ക്ലബ്സ് കോർഡിനേറ്റർ, അങ്ങനെ ഒരുപാട്. ഖത്തറിലെ പ്രഥമ ചികിത്സാ കേന്ദ്രത്തിൽ CPD കോർഡിനേറ്ററായി ജോലി ചെയ്യുന്നു. ടോസ്റ്റ് മാസ്റ്റർ അപർണ റനീഷിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി ജൂഹി, ഇത്രയും ഭംഗിയായി എന്നെ പരിചയപ്പെടുത്തിയതിന്. ബഹുമാനപ്പെട്ട പാസ്റ്റ് ഡിസ്ട്രിക്ട് ഡയറക്ടർ ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ മേനൻ സർ, സഹ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലബ് കോച്ച് ടോസ്റ്റ് മാസ്റ്റർ മധു, സഹ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ റമദാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് റമദാൻ 10 എല്ലാവരുടെയും നോമ്പെടുക്കുന്നവരുടെയൊക്കെ നോമ്പൊക്കെ ഭംഗിയായി പോകുന്നെന്ന് കരുതുന്നു. നല്ലൊരു കാലാവസ്ഥയാണല്ലോ, അപ്പം ഉപവസിക്കുന്നതിൽ അത്ര വലിയ ബുദ്ധിമുട്ട് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അതൊരു സമാധാനം ഉണ്ടല്ലോ, നല്ലൊരു കാലാവസ്ഥയായത് കാരണം. നമ്മളിങ്ങനെ കൂടുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തർക്കും വന്ന മാറ്റങ്ങൾ. ഓരോരുത്തർ എടുത്തു കഴിഞ്ഞാൽ ഇത് വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് അധികം കൂടിയിരിക്കുന്നാലും ഫിസിക്കൽ പ്ലാറ്റ്ഫോം മീറ്റിംഗിലായാലും നമുക്ക് ഓരോ യോഗം കഴിയുമ്പോഴും നമ്മളിൽ ആത്മവിശ്വാസം കൂടി കൂടി വരികയാണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടില്ലേ? ഓരോ യോഗത്തിലൂടെ കുറച്ച് മുമ്പേ നൗഷാദ് പറഞ്ഞ ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ തന്നെ രാഘവൻ സാറ് ടൈമറിന്റെ കാര്യം പഠിച്ചു. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ ആത്മവിശ്വാസം ഓരോ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരും കൂടി വരികയാണ്. അതാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. മൈക്കലാഞ്ചലോനെ എല്ലാവർക്കും അറിയാലേ? ദ ഗ്രേറ്റ് ഇറ്റാലിയൻ സ്കൾപ്റ്റർ, പെയിന്റർ, ആർക്കിടെക്ട്, പോയറ്റ് ഒക്കെ ആയിരുന്നു 14ാം സെഞ്ചുറിയിലെ. ഡേവിഡ് എന്ന അദ്ദേഹത്തിന്റെ വിസ്മയപ്രദമായ ഒരു ശില്പത്തെ കുറിച്ച് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കലാകൃതിയെ സൃഷ്ടിച്ചത് എന്ന്. അതിന് മൈക്കലാഞ്ചലോയുടെ മറുപടി വളരെ ലളിതായിരുന്നു. ആ വലിയ കല്ലിൽ ഞാനൊരു ദേവദൂതനെ കണ്ടു, പിന്നെ അവനെ വിമോചിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഞാൻ തുടർച്ചയായി എൻ്റെ കരങ്ങൾ കൊണ്ട് ശ്രമിച്ചു കൊത്തിയെടുത്തു, അവനെ വിമോചിപ്പിച്ചു. ബാക്കി ആളുകളൊക്കെ ജസ്റ്റ് ഒരു വെറും കറുത്ത കല്ലായി കണ്ട് തഴഞ്ഞ ആ കല്ലിനെ മൈക്കലാഞ്ചലോ സാധ്യതകൾ കണ്ടു. വളരെ ക്ഷമയോടുകൂടി കൊത്തിയെടുത്തു, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട്, അൺടിൽ സംതിങ് വെരി എക്സ്ട്രോർഡിനറി തിങ് എമേർജ് ആയവരിക്കും. ഇതേപോലെ തന്നെയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ തുടക്കത്തിൽ നമ്മളൊക്കെ വരുന്ന ഒരു സാധാരണ അൺപോളിഷ്ഡ് കല്ലാണ്. പക്ഷെ ഓരോ യോഗങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഓരോ പ്രസംഗങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ ഓരോ റോളുകൾ എടുക്കുമ്പോഴും നമ്മളെ തന്നെ മിനുക്കിയെടുക്കുകയാണ്. നമ്മുടെ ഭയത്തെ നീക്കുകയാണ്, ഭാഷയെ പരിപോഷിക്കുകയാണ് എൻ്റെ കാര്യത്തിൽ പറയാൻ വെച്ചാല്. പിന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ വളർത്തിയെടുക്കുകയാണ്. നമ്മുടെ ആശയവിനിമയം എല്ലാം മികച്ചതും കൂടി ഈ ടോസ്റ്റ് മാസ്റ്റർ പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പൊ നമ്മുടെ തന്നെ ശില്പികൾ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, നമ്മളെ തന്നെ നമ്മുടെ ശില്പികളാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റർ. ഓരോ പ്രതിസന്ധികളും മടികടന്ന് നല്ലൊരു വാഗ്മിയായി തീരാനും ഒരു നല്ല നേതാവായി തീരാനും പറ്റിയ ഏറ്റവും ഉത്തമമായ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ്.
ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ അധികവും യോഗത്തിൽ വരാത്തതുകൊണ്ട് യോഗത്തിലേക്ക് വരാനുള്ള ഒരു യോഗം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ യോഗവും മിസ് ചെയ്യരുത്. എല്ലാ യോഗത്തിലും നമ്മൾ മാക്സിമം റോൾ എടുക്കാൻ ശ്രമിക്കണം. കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ച് അത് എങ്ങനെ ഭംഗിയായി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ നമ്മളൊരു നല്ലൊരു ഇൻസ്പിറേറ്ററായി നമുക്കൊരു നല്ലൊരു പ്രചോദനമാവാൻ പറ്റും ബാക്കിയുള്ളവരിൽ. ഇന്ന് ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിരന്തരമായ ശ്രമമാണ് വിജയത്തിലേക്കുള്ള വഴികാട്ടി. അപ്പൊ വഴിമുട്ടിയാൽ തളരാതെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നമ്മൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കൈരളി ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ 82ാമത്തെ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അവതാരകൻ ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാറാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ, ഏരിയ 3 ഡയറക്ടറാണ് അദ്ദേഹം. കൈരളിയുടെ മുൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ നിലവിലെ ട്രഷററാണ്. വളരെ മികച്ച വാഗ്മിയാണ്, നല്ലൊരു പ്രസംഗകനാണ്. നർമ്മപ്രസംഗത്തിൽ ഏറ്റവും അധികം എടുക്ക് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ധ്വനിയുടെ ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. നല്ലൊരു ഗായകൻ, മികച്ച അഭിനേതാവ്, അതിനുള്ള അവാർഡ്, ഖത്തറിലെ മികച്ച അഭിനേതാവിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു അച്ഛൻ, 2 പെൺകുട്ടികളുടെ നല്ലൊരു അച്ഛൻ. അങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ. ആലപ്പുഴ സ്വദേശിയാണ്. ഖത്തറിൽ കഴിഞ്ഞ എത്ര വർഷമായിട്ട് എനിക്കറിയില്ല, ഖത്തർ ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു നിറഞ്ഞ കൈയ്യടികൾ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാറിനെ ഇന്നത്തെ യോഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട്. ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ, താങ്കളിലേക്ക്. നമസ്കാരം. വളരെ സന്തോഷം അപർണ, ഇംഗ്ലീഷ് വളരെ നല്ലതായിട്ട് എന്നെ ഇത്രയധികം പുകഴ്ത്തി പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ പെട്ടെന്നൊരു TMOD ആകാൻ പറ്റുമോ എന്ന് എന്നോട് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ്. കാരണം TMOD ആകുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു തലക്കെട്ട് വേണം. എന്തായിരിക്കണം TMODയുടെ പ്രധാന ഉദ്ദേശം? ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു കവിതയുടെ 2 വരികൾ ഞാൻ അങ്ങ് കൊടുക്കുക ചെയ്ത സബ്ജക്റ്റായിട്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു, എന്താണ് ഞാൻ എഴുതി കൊടുത്തത്. കാരണം എന്തെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി തുടങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു. അത് പണ്ടത്തെ ഒരു സിനിമാ പാട്ടാണ്. ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. അധികം സമയം പാഴാക്കാതെ തന്നെ ഞാൻ എൻ്റെ ആ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുക. നമ്മളുടെ ചില ചെറുപ്പകാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ചെറുപ്പകാലങ്ങൾ എന്നല്ല, നമ്മൾ പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട് എല്ലാവർക്കും. അതായത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ, ഇപ്പൊ ഒരു നല്ലൊരു ആഹാരമാണെങ്കിൽ അത് കഴിക്കണമെന്ന്. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ അത് ഏതെങ്കിലും നായകനോ നായികയോ ആരെങ്കിലും ഒക്കെ ആഹാരം കഴിക്കണമെങ്കിൽ എനിക്കത് കഴിക്കണം എന്ന് തോന്നും. ചിലപ്പോൾ നമ്മള് അങ്ങനെ കളിക്കൂട്ടങ്ങൾ ഇടവേള നടക്കുമ്പോഴത്തേക്ക് ഊഞ്ഞാല് കാണുമ്പോൾ അതിലൊന്ന് ആടണമെന്ന് തോന്നും. ചിലപ്പോ നല്ല 4 ചുറ്റും കല്ല് കെട്ടിയ കുളത്തിൽ കുട്ടികളെ കുളിക്കുന്ന കാണുമ്പോൾ അവിടെ നിന്ന് ചാടിയിറങ്ങി അവിടെ നിന്ന് നീന്തി കളിക്കണമെന്നുള്ള ആഗ്രഹം തോന്നും. വള്ളം, ബോട്ട് ഇതുപോലുള്ള സാധനങ്ങളെ നമ്മൾ കാണുമ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ വള്ളം ഉണ്ടായിരുന്നു, 3-4 വള്ളം ഉണ്ടായിരുന്നു. ബോട്ടിലും വള്ളങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ അതിനോട് വലിയ താല്പര്യമില്ലെങ്കിലും, പക്ഷെ ചിലർക്കൊക്കെ ബോട്ട് കാണുമ്പോൾ ബോട്ടിൽ കയറണമെന്നും കായലിലേക്ക് കറങ്ങണമെന്നും അല്ലെങ്കിൽ കടലിലൂടെ നീന്തണമെന്നും ഒക്കെ നമുക്കൊരു സാധനം കാണുമ്പോൾ തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനുമായി, ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ഓരോരോ സുഹൃത്തുക്കൾക്ക് ഓരോ ജോലി കിട്ടി. ഒരാൾ ബാങ്കിൽ കയറി, ഒരാൾ ബസ്സിൽ കണ്ടക്ടറായി, ഒരാൾ കോളേജിലെ ലെക്ചറായി, മറ്റൊരാൾ സ്കൂളിൽ ടീച്ചറായി. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെയുള്ള ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ജോലിയായി കഴിയുമ്പോൾ സാധാരണ നമുക്കൊക്കെ മാനസികമായിട്ടൊരു ചെറിയ വിഷമം തോന്നും. ഒന്നുമില്ലല്ലോ, അവരവരുടെ ജോലി സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. നമുക്കൊന്നും പറയാനില്ല. കാരണം വീട്, ഈ കൂട്ടുകാരുടെ സങ്കേതം, തിരിച്ച് വീട്, പിന്നെ വേറൊന്നും നമ്മളുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സ്
ഫ്രീ ആയിട്ട് നിൽക്കുക. കാരണം ഒന്നും ആലോചിക്കാനോ ചെയ്യാനോ ഇല്ലാത്ത സമയത്താണ് എൻ്റെ സുഹൃത്തുക്കൾ ഒരാള് എയർഫോഴ്സിൽ നിന്നും റിട്ടയർ എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ട് പോന്നിട്ടൊരു വ്യക്തി, അവൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാറി. ആ സുഹൃത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ സിഗരറ്റ് വലിക്കുമായിരുന്നു, എനിക്ക് സിഗരറ്റ് വലിയില്ലായിരുന്നു. അവൻ കള്ളു കുടിക്കുമായിരുന്നു, എനിക്ക് കള്ളുകുടിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഈ സുഹൃത്ത് ബന്ധങ്ങളിൽ ചേരുമ്പോൾ അവരുമായിട്ട് ഒത്തിരിക്കുമ്പോൾ അവൻ സിഗരറ്റ് വലിക്കണ കാണുമ്പോൾ എനിക്കും സംശയം തോന്നി, ഒന്ന് വലിച്ചു നോക്കിയാലോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സിഗരറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വലിച്ചു. ആ വലി തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് അവൻ എന്നെ കൊണ്ട് പിന്നെ എൻ്റെ അടുത്തിരുന്ന് തന്നെ അവൻ മദ്യപിക്കുമ്പോഴത്തേക്ക് എന്നോട് പറയും, നീ കുടിക്കണ്ട, ഞാനോ പോയി, നീ ഇനി അങ്ങനെ ആവണ്ട. എങ്കിലും അവനോടൊപ്പം എനിക്ക് ചോദിച്ചേടാ, എന്നാലും ഒരു പ്രാവശ്യം, അല്ല ഒന്ന് നോക്കാൻ, ടേസ്റ്റ് നോക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ നാട്ടും പുറത്തുള്ള ഷാപ്പുകളൊന്നും കയറാതെ കുറച്ചകലെയുള്ള വൈക്കത്തിനടുത്തുള്ള ഒരു ഷാപ്പിലേക്ക് ഞങ്ങൾ പതുക്കെ സൈക്കിൾ ചവിട്ടിപ്പോയി. കാരണം എൻ്റെ നാട്ടും പുറത്ത് എൻ്റെ അച്ഛനെ എല്ലാവർക്കും അറിയും. അച്ഛൻ അവിടുത്തെ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം പഠിപ്പിച്ച വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ പഠിപ്പിച്ച വ്യക്തികളുടെ മക്കളുണ്ടാവും, ആരെങ്കിലും ഒക്കെ ആയിട്ട് കാണും. അപ്പൊ അങ്ങനെ ഒളിച്ച് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ഷാപ്പും തേടി ദൂരെ പോയത്. അവിടെ ചെന്ന് ആദ്യമായിട്ട് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു ഷാപ്പിൽ കയറിയിരുന്ന് ആദ്യമായി മധുരക്കള്ള് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടു തന്ന ആള് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. പുള്ളിയോട് ചോദിച്ചടേ, നീ എന്താ ഇവിടെ? ഞാൻ അച്ഛനോട് പറയും, നീ ഇതുപോലുള്ള പരിപാടിക്ക് ഞാൻ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ മദ്യപാനം. പക്ഷേ എന്താണെന്ന് വെച്ചാല്, ഇപ്പോ നമ്മളൊരു ഒരു വസ്തു കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അത് ചെയ്യണം എന്നൊരു ചെറിയ വാഞ്ച. നമ്മളിപ്പോ നീന്തലാണെങ്കിലും ഇതുപോലെ മദ്യപാനമാണെങ്കിലും സിഗരറ്റ് വലിയാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഒക്കെ സൈക്കിൾ ഓടിക്കുന്ന കാണുമ്പോൾ നമ്മൾ സൈക്കിള് പഠിച്ചിട്ടില്ലെങ്കിലും അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നും. ബൈക്ക് പഠിക്കണമെന്ന് ബൈക്ക് പഠിക്കണമെന്ന് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ മദ്യപാനത്തിന്റെ ആരംഭത്തിലേക്ക് പോയി. എനിക്കും അങ്ങനെ തോന്നി. അവനൊരു സുഹൃത്ത് ബന്ധം കിട്ടി. കാരണം വേറൊന്നുമില്ല. കാരണം ഞങ്ങളുടെ നാട്ടില് പിന്നെ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള, പണ്ടത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, വീട്ടിൽ രാവിലെ കാപ്പി കുടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും നമ്മളെ നോക്കാനെന്ന് പറഞ്ഞിട്ട് അച്ഛനോ അമ്മയോ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല. നമ്മൾ എവിടെ പോകുന്നു, എവിടെ പോയി കളിക്കുന്നു, ഏത് കുളത്തിൽ ചാടുന്നു, അല്ലെങ്കിൽ ഏത് തോട്ടിൽ ചാടുന്നു എന്നുള്ളതൊന്നും അന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം പണ്ടൊരിക്കൽ ഞാനും എൻ്റെ അനിയനും കുളത്തിൽ മുങ്ങി താഴാനായിട്ട് പോയി. കുളിക്കാൻ ഇറങ്ങിയതാണ്, ആരും നോക്കാനില്ലായിരുന്നു. ഭാഗ്യത്തിന് ഒച്ച വെച്ചപ്പോൾ അമ്മ പുറത്തിരുന്ന് അരകല്ലിൽ അരച്ചുകൊണ്ടിരുന്ന കാരണം അമ്മ കേട്ടു. അന്ന് അമ്മ അത് കേട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവുമായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം തരും. എന്നിട്ട് പോലും എൻ്റെ പുറകെ ആരും നോക്കാറില്ല, ഇവൻ ഈ ഏതെങ്കിലും കുളത്തിൽ പോയി ചാടുന്നുണ്ടോ എന്നൊന്നും അമ്മ ശ്രദ്ധിക്കാറില്ലായിരുന്നു. വീണ്ടും എൻ്റെ അനിയൻ കുളത്തിൽ വീണു, അവനെ രക്ഷിക്കാൻ ഞാൻ ചാടി, ഞങ്ങൾ രണ്ടുപേരും കുളത്തിൽ പെട്ടു. വീണ്ടും അതുപോലെ സംഭവം ഉണ്ടായെങ്കിലും പിന്നീടും അച്ഛനും അമ്മയൊന്നും ഞങ്ങളുടെ പുറകെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ വന്നിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അന്ന് കിട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ആദ്യമായി വലിക്കുന്നത് കണ്ടത്. അപ്പൊ അവൻ വലിച്ചിട്ടിങ്ങനെ പിന്നെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി, എന്താണ് ഇതിലൊരു പ്രത്യേകത. 2-3 ദിവസം അത് കണ്ടു കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, എടാ ഒരു പുക എനിക്ക് തരൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് എന്നുള്ള സാധനം ആസ്വദിച്ചു. നമ്മളുടെ കാൽവിരവിൽ തൊട്ട് തരിപ്പ് കയറി തലവരെ തരിപ്പ് വരുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ എന്താ ചെയ്യുന്നു, ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു കൗമാര കാലങ്ങൾ കഴിഞ്ഞിട്ട് വന്നെങ്കിലും 1-2 പ്രാവശ്യം അല്ലാണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഞാൻ ഒന്നിനും അഡിക്ഷൻ എന്നുള്ള, അതായത് അതിൽ അകപ്പെട്ടു പോവുക എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ പോയില്ല. അതേസമയം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ടീച്ചറായി മാറിയ സുഹൃത്ത്, അവന് മദ്യപാനത്തിൽ കൂടി തന്നെയാണ് അവന്റെ മരണത്തിൽ അവൻ എത്തിയത്. തീരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവൻ മരണമടഞ്ഞു. എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇങ്ങനെ ക്യാൻസർ, മദ്യപാനം അതുപോലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പെട്ട് മരണമടയുണ്ടായി. അപ്പോൾ എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ഒരു വ്യവസ്ഥിതി, ഇന്ന് നമ്മളുടെ
ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ന്യൂസ് കണ്ടപ്പോൾ അതില് ഒരു 4000-ഓളം അറസ്റ്റുകളാണ് നമ്മളെ ഡ്രഗ് അഡിക്ഷന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 87,702 കേസുകൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 94,886 പേര് കുറ്റവാളികളാണ് കണ്ടുകിട്ടിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ആ ഒരു ഇതും ഇന്നത്തെ കുട്ടിക്കാലത്തിന്റെ വ്യത്യാസം, നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അവരെ ചുറ്റിപ്പറ്റി നടക്കുക. കാരണം ഇപ്പോ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ കൊണ്ടുവിടാൻ അച്ഛൻ, തിരിച്ച് പിക്കപ്പ് ചെയ്യാനായിട്ട് അച്ഛനുണ്ടാവും, ബൈക്കോ കാറോ എടുത്ത് പോകും. കാരണം എവിടെ പോയാലും ഇവരുടെ കൂടെ തന്നെ മാതാപിതാക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യ, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്രത്തോളം നമ്മൾ വ്യക്തികളെ കൺട്രോൾ ചെയ്തിട്ട് പോലും അവർ ഇതിലെല്ലാം പോയി പെടുന്നു എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. അപ്പൊ ഞാൻ ആ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിങ്ങിൽ സാധാരണ 3 ഭാഗങ്ങളായിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. അതില് ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാല് തയ്യാറാക്കിയ പ്രസംഗവും അതിന്റെ വിശകലനവുമാണ്. രണ്ടാമതായിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ടേബിൾ ടോപ്പിക് സെഷൻ ഉണ്ടാവും. മൂന്നാമതായിട്ട് ജനറൽ ഇവാലുവേഷന്റെ ഒരു സെഷനാണ്. അതിൽ ഇവാലുവേഷനും ജനറൽ ഇവാലുവേഷനും എല്ലാം നടക്കും. അപ്പോ ആദ്യമായിട്ട് നമ്മളുടെ ഈ യോഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ സമയ നിരീക്ഷകനുണ്ടോ എന്ന്? സിജു എത്തിയിട്ടുണ്ടോ? സിജു എത്തിയിട്ടില്ല. രാഘവൻ സാറാണ് സമയം സമയ നിരീക്ഷകൻ. TMOD ഞാനിട്ട കളറുകളൊന്നും കണ്ടില്ല ആവണു. ഞാൻ കണ്ടു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി സാറ് പ്രസന്റേഷനുള്ള തയ്യാറെടുക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയ നിരീക്ഷകനായിട്ട് നമ്മളുടെ കൂടെയുള്ള വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. 2008 മുതൽ ടോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ടോസ്റ്റ് മാസ്റ്റേഴ്സില് അതിന് പുറത്തും അദ്ദേഹം വിവിധ നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ക്ലബുകളിലെ പ്രസിഡന്റ്, ഏരിയ ഡയറക്ടർ, ഡിവിഷൻ ഡയറക്ടർ, പിന്നെ ഡിസ്ട്രിക്ട്. കേൾക്കുന്നുണ്ടോ? അതിന്റെ സമയം കട്ടായി കിടക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തോ ഒരു പ്രശ്നം ഇടയ്ക്ക് പറ്റിയ പോലെ. കേൾക്കാണ്ട് പറഞ്ഞോളൂ. നിങ്ങളെ വീഡിയോ പോയെന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഡിവിഷൻ ഡയറക്ടർ, ഡിസ്ട്രിക്ട് TLA ചെയർ, ഡിസ്ട്രിക്ട് ഗാവൽ കോർഡിനേറ്റർ, പാത്തൂസ് അംബാസഡർ, ഡിസ്ട്രിക്ട് 116ന്റെ ആദ്യത്തെ PQD ആയിരുന്നു. 2011 7 രാജ്യങ്ങളും 6500 ടോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് 20ന്റെ ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹം നേടുകയുണ്ടായി. 2019 അദ്ദേഹം നമ്മുടെ 116 ജില്ലയുടെ ഡിസ്ട്രിക്ട് ഡയറക്ടറായി. ആ വർഷം ഡിസ്ട്രിക്ട് 116 സ്മെഡ്ലി ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് ലോകത്തിലെ നമ്പർ 1 ഡിസ്ട്രിക്ട് മാത്രം ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോ ഈ നമ്മുടെ 116 ജില്ലയുടെ സമഗ്ര സംഭാവനയ്ക്ക് മികച്ച ഡിസ്ട്രിക്ട് ഡയറക്ടർ എന്ന അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് പുറത്ത് അദ്ദേഹം 2 എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷനിലെ ചെയർമാനാണ്. അദ്ദേഹം സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ കേരള എഞ്ചിനീയേഴ്സ് ഫോറം ആൻഡ് എഞ്ചിനീയേഴ്സ് ഫോറം 2 സംഘടനകളിൽ. അദ്ദേഹത്തെ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ടൈമർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ജോലി എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ക്ഷണിക്കുന്നു. താങ്ക് യു. നന്ദി കൃഷ്ണകുമാർ. സമയ നിരീക്ഷകൻ, സമയപാലികൻ എന്ന എൻ്റെ ചുമതല ഇന്ന് നടക്കുന്ന ഓരോ സെഗ്മെന്റും അതിൽ അജണ്ടയിൽ പറഞ്ഞ പ്രകാരമുള്ള സമയങ്ങളിൽ നടക്കുന്നത് നിരീക്ഷിക്കലാണ് എൻ്റെ ചുമതല. അതിന് സഹായിക്കാൻ വേണ്ടി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പച്ചയും മഞ്ഞയും ചുവപ്പും ആക്കി മാറ്റുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ സെഗ്മെൻറ്റിൻ്റെയും ഓരോന്നിൻ്റെയും വേറെ വേറെ സമയങ്ങളാണ്. അത് അജണ്ടയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് കാണുമ്പോൾ കണ്ട പോലെ അതുപ്രകാരം പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ടൈമറിൽ പറയാനുള്ളത്. അവസാനം ജനറൽ ഇവാലുവേറ്റർ ആവശ്യപ്പെടുന്ന പ്രകാരം മൊത്തത്തിലുള്ള ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ തന്നെ തിരിച്ച് ടോസ്റ്റ് മാസ്റ്ററിലേക്ക്. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ DTM എക്സിക്യൂട്ടീവ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ സാർ. അടുത്തത് നമ്മുടെ ഇത് ഗ്രമേറിയൻ ഉണ്ടോ ഇന്ന്? ചെയ്യാം.
ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്യാകരണ നിരീക്ഷണം നടത്തുന്നത് ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷാണ്. അദ്ദേഹത്തെ ഓൾറെഡി നമ്മുടെ ആദ്യമേ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പിന്നെ പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ നമുക്ക് ക്ഷണിക്കാം അദ്ദേഹത്തിന്റെ ഗ്രമേറിയൻ എന്നുള്ള അല്ലെങ്കിൽ വ്യാകരണ നിരീക്ഷകൻ എന്നുള്ള റോളിൽ എന്താണ് അദ്ദേഹം ചെയ്യാനുള്ളത്. നന്ദി. ഇന്നത്തെ അവതാരകൻ ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണ കുമാർ. ആദ്യമായി ഞാൻ മിസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിവിഷൻ സി ഡയറക്ടറിന്റെ പ്രസൻസ്. വാം വെൽക്കം ടു മീറ്റിംഗ് ഡിവിഷൻ സി ഡയറക്ടർ ടോസ്റ്റ് മാസ്റ്റർ അശോകൻ. അതുകൂടാതെ ടോസ്റ്റ് മാസ്റ്റർ ജോയ് മത്തായും ജോയിൻ ചെയ്തിട്ടുണ്ട്. വാം വെൽക്കം ടു മീറ്റിംഗ് സർ. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ യോഗത്തിൽ എനിക്ക് നിക്ഷേപിച്ചിരിക്കുന്ന എന്നിൽ നിമിത്തമായിരിക്കുന്ന കർത്തവ്യം എന്നത് വ്യാകരണ നിരീക്ഷകയാണ്. അതിൽ 2 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ 2 കർത്തവ്യമാണ് എനിക്കുള്ളത് വ്യാകരണ നിരീക്ഷക എന്ന നിലയിൽ. ഒന്നാമത് ഇന്നത്തെ വാക്ക് ഷെയർ ചെയ്യുക, അതെത്ര എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഞാൻ ഇന്നത്തെ വാക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉദാരത എന്നാണ്. അതിൻ്റെ അർത്ഥം ദാനശീലം എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും, അതെങ്ങനെയാണ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുക വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല ഗുണമാണ് ഉദാരത. റമദാൻ മാസമാണ് വിശ്വാസികൾ തങ്ങളുടെ ഉദാരത കാണിക്കാൻ ഏറ്റവും ഉത്തമമായി തിരഞ്ഞെടുത്ത ഒരു മാസം. അതും അങ്ങനെയും കൂടി ഉപയോഗിക്കാം എന്ന് കരുതുന്നു. ഇതൊക്കെ ഞാൻ എന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സെന്റൻസ് ആണ്. കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൂടാതെ യോഗത്തിലുള്ള പ്രസംഗങ്ങളുടെ വിലയിരുത്തലുകൾ, മറ്റുള്ള സംഭാഷണങ്ങളിലൊക്കെ വരുന്ന നല്ല വാക്കുകളൊക്കെ എഴുതി വെക്കുക. അതുകൂടാതെ എന്തെങ്കിലും വ്യാകരണ പിശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് ജനറൽ ഇവാലുവേറ്റർ എന്നോട് എൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ അത് അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ ചുമതല. തിരിച്ച് ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്ററിലേക്ക്. വളരെ നന്ദി. നമ്മുടെ എന്താ പറയുക, വ്യാകരണ നിരീക്ഷണത്തിന്റെ എന്താണ് ഡ്യൂട്ടി എന്നുള്ളത് വിശദീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്തതായി നമുക്ക് ഇന്നത്തെ തയ്യാറാക്കിയ പ്രസംഗത്തിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ തയ്യാറാക്കിയ പ്രസംഗം അവതരിപ്പിക്കുന്നത് നമ്മുടെ കേരള ടോസ്റ്റ് മാസ്റ്റർ മെമ്പറായിട്ടുള്ള നൗഷാദ് അഷ്റഫ് ആണ്. അദ്ദേഹം തൊഴിൽപരമായിട്ട് എഞ്ചിനീയറാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംടെക് ബിരുദധാരിയാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ടെക്നിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ മാനേജറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ഭാര്യയും 2 കുട്ടികളുമായി മുഷീബിൽ എങ്ങനെ താമസമാണ്. സംഗീതം, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ്, ഫിലോസഫി, കവിതാരചന ഇങ്ങനെയൊക്കെയായി അദ്ദേഹം വിലസുകയാണ്. ഇദ്ദേഹത്തിന്റെ കവിതകൾ ആൽബങ്ങളായി പുറത്തു വന്നിട്ടുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് ഇവിടെ ഇത് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ടോസ്റ്റ് മാസ്റ്റർ, എന്താണ് ടോസ്റ്റ് മാസ്റ്റർ ഫുൾ നെയിം? ടോസ്റ്റ് മാസ്റ്റർ അനീഷ് തറയിലാണ്. അദ്ദേഹം വളരെ ഉയർന്ന നിലയിലാണെങ്കിലും ഇപ്പോഴും തറയിൽ എന്നുള്ള പേര് മാറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ അനീഷ് തറയെ ക്ഷണിക്കാം. എന്താണ് നമ്മളുടെ നൗഷാദ് അർഫിന്റെ പ്രസംഗത്തിന്റെ അതിന്റെ എന്താണ് ആ പ്രസംഗം എന്നുള്ളത് പറയാനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളെ. ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ നൗഷാദിനെ പറ്റി ഇങ്ങനെ നമ്മളുടെ ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കണം എന്നില്ല. അദ്ദേഹത്തിന്റെ purpose of statement: the purpose of this project is for the member to practice delivering a social speeches in front of the club members. നമ്മുടെ ക്ലബ് മെമ്പേഴ്സിന് മുമ്പിൽ ഒരു സോഷ്യൽ സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പർപ്പസ്. അദ്ദേഹത്തിന്റെ വിഷയം, അദ്ദേഹത്തിന്റെ ഇന്നത്തെ തയ്യാറാക്കുന്ന പ്രസംഗത്തിന്റെ ഹെഡിങ് മലയാളത്തിന്റെ തീരാനഷ്ടം എം ടിയെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ടോസ്റ്റ് മാസ്റ്റർ നൗഷാദ് വളരെ മികച്ചൊരു പ്രാസംഗികനും വളരെ തന്മയത്വത്തോട് സംസാരിക്കാൻ ശേഷിയും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. തിരിച്ച് ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാറിലേക്ക്. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ അനീഷ് തറയിൽ. നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം നൗഷാദ് അഷ്റഫ്, MT, മലയാളത്തിന്റെ തീരാനഷ്ടം. ടോസ്റ്റ് മാസ്റ്റർ നൗഷാദ് അഷ്റഫ്, ഇത് താങ്കളുടെ സ്റ്റേജ്.
എന്നെ കേൾക്കാനും കാണാനും കഴിയുന്നുണ്ടല്ലോ അല്ലേ? ജീവിതം ഒറ്റപ്പെട്ട ദുഃഖങ്ങളുടെ നിശബ്ദമായ ഒരു ഘോഷയാത്രയാണ്. ഇത് MDയുടെ വാക്കാണ്. പ്രിയ ടോസ്റ്റ് മാസ്റ്റേഴ്സ്, വിശിഷ്ട അതിഥികളെ, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദി ഡേ, ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ മലയാള ഭാഷയുടെ നഭസിൽ നിന്ന് ഒരു താരകം എങ്ങോ കൊഴിഞ്ഞുപോയി. MT എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാള ഭാഷാ സാഹിത്യത്തെ വാനോളം ഉയർത്തിയ ആ മഹാകഥാകാരൻ, എഴുത്തുകാരൻ, പ്രസംഗകൻ, ഉപന്യാസകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്രകാരൻ, സംവിധായകൻ എന്നിങ്ങനെ അദ്ദേഹം എടുത്തണിഞ്ഞ വേഷങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. MT മലയാള ദേശത്താകെ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി പ്രോജ്വലിച്ചു നിൽക്കുകയായിരുന്നു. 7 പതിറ്റാണ്ടുകൾ. അദ്ദേഹത്തിന്റെ സമഗ്രമായ സംഭാവനകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയാൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തികയില്ല. എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹത്തിന്റെ രചനാ ശൈലി, ഭാഷാ ശൈലി, നമുക്ക് സമ്മാനിച്ച കഥകളുടെയും ചലച്ചിത്ര കാവ്യങ്ങളുടെയും തന്മയത്വം, അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഷയുടെ ഒഴുക്ക്, മാസ്മരികമായ ഒഴുക്കിൽ നമ്മളൊക്കെ അങ്ങ് ലയിച്ചു പോവുകയാണ്. മറ്റൊന്ന്, അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പ്രത്യേകത. സമൂഹത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളിൽ ഒരു സ്വയം സ്വന്തമായി വ്യഥ അനുഭവിക്കുന്ന, തന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന ഒരു വ്യഥ ജീവിതകാലം മുഴുവൻ പേര് ജീവിക്കുന്ന കഥാപാത്രങ്ങൾ. അതിപ്പോ വടക്കം വീരകഥയിലെ ചന്തു ആയാലോ, രണ്ടാം ഊഴത്തിലെ ഭീമനായാലോ, സുഹൃതത്തിലെ പത്രാധിപരായാലോ, അങ്ങനെ ഏത് കഥ അദ്ദേഹത്തിന്റെ എടുത്തു നോക്കിയാലും, അസുരവിത്തിലെ വേലായുധനായാലും ഒക്കെ തന്നെ ആ കഥാപാത്രത്തിന്റെ മാനസിക വ്യഥ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ അനുവാചകർക്കും പ്രേക്ഷകർക്കും ഒക്കെ തോന്നുക ഈ കഥാപാത്രം ഞാൻ തന്നെയാണോ എന്ന ഒരു തോന്നൽ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നിടത്താണ് MTയുടെ മാസ്മരികമായ രചനയുടെ വൈഭവം. മറ്റൊന്ന്, അദ്ദേഹം കാവ്യാത്മകമായി എഴുതുന്ന സംഭാഷണങ്ങളാണ്. MTയുടെ തിരക്കഥകൾക്കാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. കാരണം കാച്ചിക്കുറുക്കിയ സംഭാഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര കാവ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും MT വളരെ വിദൂരമായ പശ്ചാത്തലത്തിൽ കഥ പറയാറില്ല. തനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന സ്വന്തം ഗ്രാമം അല്ലെങ്കിൽ ഏറ്റവും അടുത്തറിയാവുന്ന വിഷയം അറിയില്ലെങ്കിൽ ആ വിഷയത്തിൽ അപാരമായ ഗവേഷണം നടത്തി ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആ കലയുടെ, ആ ഒരു പ്രത്യേക കാവ്യത്തിന്റെ അല്ലെങ്കിൽ രചനയുടെ പശ്ചാത്തലം പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കലാണ് MTയുടെ മാതൃക. കേരളത്തിലെ എമ്പാടുമുള്ള എഴുത്തുകാരെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ വളരെ വലുതായി സ്വാധീനിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും സ്വാധീനിച്ചിരുന്നു. ഈ പിൽക്കാലത്ത് വന്ന സർവ്വവിധ എഴുത്തുകാരുടെയും അവരുടെ രചനകളിലെ ഒക്കെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. MT മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് ഇരുന്നിട്ടുണ്ട്. മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പല രചനകളും, മാസികയിലേക്ക് വരുന്ന പല രചനകളും ആളുകൾ ശ്രമിച്ചിരുന്നത് MTയെ പോലെ എഴുതുക, അവരുടെയൊക്കെ അദമ്യമായ ആഗ്രഹം എങ്ങനെയെങ്കിലും MTയെ പോലെ എഴുതണം എന്നുള്ളതാണ്. അതേസമയം അവരെയൊക്കെ വഴിതിരിച്ചു വിട്ട് നിങ്ങൾ MTയെ പോലെ ആകാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങളുടെ തനതായ ശൈലിയിലൂടെ രചനകൾ നടത്തി നമ്മുടെ മലയാള ഭാഷാ സാഹിത്യത്തെ വളരെയധികം വിപുലീകരിക്കുകയാണ്, വിവിധ വശങ്ങളിലേക്ക് തള്ളി നീക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം അവർക്ക് ഉപദേശം കൊടുത്തു. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ പഴയ കാലത്തെ ഒരുപാട് കഥാകാരന്മാർ, സക്കറിയ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഒരുപാട് കഥാകൃത്തുക്കൾ അവരുടെ ജീവിത വഴിത്താരയിൽ പുതിയ പുതിയ ശൈലികൾ തേടി അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച പത്രാധിപർ കൂടിയായിരുന്നു MT വാസുദേവൻ. MT ഈ രണ്ടക്ഷരം, ഇംഗ്ലീഷിലെ രണ്ടക്ഷരം ആണെങ്കിൽ കൂടി അതിൽ യാതൊരുവിധ വൈരുദ്ധ്യവും നമുക്ക് തോന്നാത്ത വിധം മലയാള സാഹിത്യത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം
MDയുടെ ജീവിതം വെറും ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തോ ആകുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് മലയാള ഭാഷയെ അദ്ദേഹം സ്നേഹിച്ച മാതിരി മലയാളത്തെ ലോകത്തിന്റെ സർവ്വകോണുകളിലേക്കും മലയാളത്തിന്റെ മാധുര്യം എത്രത്തോളം ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കൽ അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു. ഒരിക്കൽ ആരോ MDയോട് ചോദിച്ചു, എന്തുകൊണ്ട് താങ്കളുടെ ഇത്രയും പ്രതിഭയുള്ള താങ്കൾക്ക് ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ? ഇംഗ്ലീഷിലാവുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും താങ്കളുടെ രചനാ വൈഭവം എത്തുമല്ലോ. പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ തന്നെയാണ് എൻ്റെ ഭാഷ മാതൃഭാഷ മലയാളമാണ്. ആ മലയാളത്തെ പരിപോഷിപ്പിക്കുന്നതിൽ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് ഞാൻ പോയിട്ട് എന്ത് കാര്യം? അതായിരുന്നു MDയുടെ നിലപാട്. തീർച്ചയായിട്ടും കാലം അദ്ദേഹത്തെ ഓർക്കുന്നത് സാഹിത്യരംഗത്തെ ഒരു മഹാപ്രതിഭ എന്നതിലുപരിയായിട്ട് മലയാള ഭാഷയെ മറോട് ചേർത്ത് അതിന്റെ വിപുലീകരണത്തിന് വേണ്ടി നിത്യം പ്രയത്നിച്ച മനുഷ്യനായിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അവിടെ അദ്ദേഹം എത്രത്തോളം മേളകൾ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരൊക്കെ അവിടെ സംഗമഭൂമിയായി പരിണമിച്ചു ഒരു സമയത്ത്. അത് MDയുടെ മാത്രം കഴിവുകൊണ്ടാണ് പറയേണ്ടി വരും. കാരണം അത്തരം കലാകാരന്മാരൊക്കെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ വിളിച്ചാൽ വരുമെങ്കിൽ അത് MD മാത്രമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു മാതൃഭാഷയുടെ ഉദ്ധാരകൻ എന്നുള്ള നിലയിൽ എല്ലാ കാലവും നമ്മുടെ മുമ്പിൽ MDയുടെ കൃതികൾ നമുക്ക് വായിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുണ്ട്. ഒരു ടോസ്റ്റ് മാസ്റ്റർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് MDയുടെ തീരാനഷ്ടം നികത്താനായിട്ട് വലിയ ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. മലയാളത്തെ കൂടുതൽ പ്രചരിപ്പിക്കാനും മലയാളത്തിൽ കൂടുതൽ ആളുകളുടെ കഴിവുകൾ മലയാളത്തിലൂടെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാനും ടോസ്റ്റ് മാസ്റ്റേഴ്സ് സംഘടനകൾക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ MD എന്ന രണ്ടക്ഷരം മലയാളിയുടെ മനസ്സിലെ മലയാളിയുടെ വായനയുടെ അവിഭാജ്യ ഘടകമായിട്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇനിയും ഒരുപക്ഷെ 2 പതിറ്റാണ്ടുകൾ കൂടി അതേ വായന തുടരുമെന്നൊരു സംശയമില്ല. തീർച്ചയായിട്ടും MD മലയാളത്തിന്റെ തീരാനഷ്ടമാണെന്നുള്ള നിസ്സംശയം തന്നെ പറയാൻ കഴിയും. എല്ലാവർക്കും നമ്മുടെ ഭാഷയിൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരികെ ഇന്നത്തെ അവതാരകരെ. വളരെ നന്ദി നൗഷാദ്. അതാണല്ലേ MDയെ കുറിച്ചുള്ള താങ്കളുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ ഒരു തീരാനഷ്ടമായ MD വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മീറ്റിംഗ് മുമ്പോട്ട് പോവാം. കാരണം സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ അധികം എൻ്റെ വാചകടി കൊണ്ടുപോകുന്നില്ല. ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു, വിധിയും ഞാനും ഒരു കൂട് കൂട്ടി കളിയാടാനിരിക്കുന്നു. എൻ്റെ ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. നമ്മളുടെയൊക്കെ ചുറ്റും ലോകത്ത് കാണുന്ന ദുഃഖം മറയ്ക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ദുഃഖം ഒതുക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ മദ്യത്തിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്ന നിർഭാഗ്യവന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നാറുണ്ട്. കാരണം നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് മദ്യം ഉപയോഗിക്കുന്നെങ്കിൽ മറ്റു ചിലർ തൻ്റെ ദുഃഖത്തെ ഒതുക്കാനായിട്ട് അമർത്തി വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ളത്. കാരണം ഇന്ത്യയുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 15 കോടിയിലധികം പേര് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിന് അടിമകളാണ്, മദ്യം ഉപയോഗിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ 4 കോടിയിലധികം ആൾക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം ഞെട്ടാനൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഓരോ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വാർത്താ ചാനൽ എടുത്ത് നോക്കിയാലും ഇതിനെക്കുറിച്ചൊരു സംഭവം ഇല്ലാതെ ഒരു വാർത്തയില്ല. നമുക്ക് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു പോവാം. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമ്മളുടെ പഠന വിഭാഗ തലവനാണ് നമ്മളുടെ ടോസ്റ്റ് മാസ്റ്റർ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവമേനോൻ സാറിന്റെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്തിന്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ എന്തിനാണെന്ന് ശരിയായിട്ടും അറിയാവോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തിനെന്ന് കുറച്ചൊക്കെ എനിക്കറിയാവുള്ളൂ. അപ്പൊ ഇനിയും അത് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അവതരണത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. അപ്പോൾ അദ്ദേഹത്തെ ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമുക്ക് ക്ഷണിക്കാം ഡിസ്റ്റിങ്ക്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവമേനോൻ സാറിനെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്തിന്.
അപർണ ഇതിന്റെ ടൈമിംഗ് അപർണയ്ക്ക് ചെയ്യാമോ? അത് ഞാൻ ചെയ്യാം. 15 minutes. 15, 18, 20. ടോട്ടൽ 15 മിനിറ്റ്സാ? ടോട്ടൽ 15 ഞാൻ റെഡ്യൂസ് ഓക്കെ. ചെയ്യാം. അപ്പൊ 10, 13, 15. ഓക്കെ. കാണാനുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാനുണ്ടോ? ഉണ്ട്. കാണാം. യെസ് കാണാം. അതിന്റെ ടൈറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്, പക്ഷെ ഉദ്ദേശം അത് തന്നെയാണ്. എന്തുകൊണ്ട് ഒരു ടോസ്റ്റ് മാസ്റ്റർ ആവണമെന്ന്. ഈ ചോദ്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ സന്നിഹിതരായ ആൾക്കാരോടുള്ള ചോദിക്കേണ്ട ചോദ്യമല്ല. ഇത് പുതിയ അംഗങ്ങൾക്ക് ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരാളെ ജോയ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, ജോയൽ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്. പക്ഷെ ജോയൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വന്നിട്ടില്ലല്ലോ ജോയ്? ഇല്ല, ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ കുറച്ച് മാറ്റി നിങ്ങളോട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന്. ഇതിൽ ചില ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, ചിലത് അറിയാത്തതായിരിക്കാം. എന്നിരുന്നാലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ, എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൈ പൊക്കി പറയാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു ചെറിയ ഡിസ്കഷൻ നടത്താവുന്നതാണ്. സർ ജോയ് മാത്യു വന്നിട്ടുണ്ട് കേട്ടോ. ജോയ് വന്നിട്ടുണ്ട്. ജോയ് ടോസ്റ്റ് മാസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു ജോയൽ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആളുടെ ഓഫീസിൽ. അദ്ദേഹത്തിനെ കണ്ടില്ല, പക്ഷെ വരിയിരിക്കുന്നു വിചാരിക്കുന്നു. ഒരുപക്ഷെ സാവധാനം വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രസന്റേഷൻ്റെ ഇതിലേക്ക് മൂവ് ചെയ്യാണ്. ഞാൻ ഇത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, ഇതുള്ളപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. ഇത് പ്രസന്റേഷൻ മോഡലല്ലേ ഇത്? ഷെയർ വിൻഡോസ് ക്ലോസ്ഡ്. ഓക്കെ. നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ സാധാരണ കേൾക്കാമല്ലോ എല്ലാവർക്കും? അപർണ കേൾക്കാമല്ലോ അല്ലേ? ഏത് ടോസ്റ്റ് മാസ്റ്ററോട് നമ്മൾ ചോദിച്ചാലും നിങ്ങൾ എന്തിന് ടോസ്റ്റ് മാസ്റ്റർ ആയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വരുന്നൊരു ഉത്തരമാണ് ലീഡർഷിപ്പ് പഠിക്കാനും, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പഠിക്കാനും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കാനും. അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയാം? സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ പറയാം. ഇതാണ് നമ്മൾ ടോസ്റ്റ് മാസ്റ്റർ ജോയിൻ ചെയ്തത്. ശരിയാണ്. ഇപ്പോൾ ഈ രണ്ട് കാര്യവും ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഈ പടത്തിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ലീഡേഴ്സാണ്. അപ്പോൾ ഇവരുടെ പലതരം ലീഡർമാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ചില പ്രത്യേകതരം എന്തൊക്കെ തരം ലീഡർഷിപ്പ് ഉണ്ട് എന്ന് മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാം, നീങ്ങളിലുള്ളത് ഒരു മിനിറ്റ്. ഓക്കെ. ഇതിൽ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് സ്കിൽസ് എന്തൊക്കെയാണ്? ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡേഴ്സ്, ഏകാധിപത്യം ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്, പിന്നെ ഒരെണ്ണുള്ളത് ഒരു ലെസെ ഫെയർ നേതൃത്വം എന്ന് പറയും. അത് സാധാരണ ആർക്കെങ്കിലും അറിയൂ ഇതെന്താ സംഭവം? ലെസെ ഫെയർ കൈവയ്ക്കാൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഡേ ടു ഡേ മോണിറ്റർ ചെയ്യാണ്ട് ഒരു ടാസ്ക് കൊടുത്ത് അവരുടെ കഴിവും അവരുടെ ഇമാജിനേഷനും അനുസരിച്ചിട്ട് അത് ചെയ്യിപ്പിക്കുക. അത് സാധാരണ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ചില സയൻറ്റിഫിക് റിസർച്ച്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളിൽ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നത് ലെസെ ഫെയർ നേതൃത്വം. അധികം ഡേ ടു ഡേ മോണിറ്റർ ചെയ്യാണ്ട് ഒരു എൻഡ് റിസൾട്ട് മാത്രം അതിൽ മാത്രം ശ്രദ്ധിക്കുക. ടോസ്റ്റ് മാസ്റ്റേഴ്സിലുള്ളത് ഇത് മൂന്നിലും പെടാത്തൊരു തരം ലീഡർഷിപ്പാണ്. അത് വളരെ രസകരമായ ലീഡർഷിപ്പ്. അതിൻ്റെ പേരാണ് സെർവൻ ലീഡർഷിപ്പ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും ഈ മേലെ പറഞ്ഞിട്ടുള്ള മൂന്ന് തരം ലീഡർഷിപ്പിനെക്കാട്ടിലും ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ലീഡർഷിപ്പാണ് സെർവൻ ലീഡർഷിപ്പ്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അപർണയ്ക്ക് പ്രസിഡന്റ്, ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരാളോട് എന്തെങ്കിലും ഒരു ടാസ്ക് പറയാണ്, അത് അടുത്ത മീറ്റിങ്ങിൽ ഈ ഒരു റോൾ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് പറ്റില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഇതിനെ ഒരു നേരെ ഒരു ഓഫീസ് കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു ലീഡർഷിപ്പായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അപർണ ഒരു മാനേജറുമാണ്, താഴെയുള്ള ഒരു എക്സിക്യൂട്ടീവിനോട് എഞ്ചിനീയറോടും പറയാണ് നാളെ എനിക്ക് വരുമ്പോൾ ഇന്ന റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ ചോയ്സ് ഇല്ല.
ഞാൻ ആലോചിക്കാനും ഞാൻ തരില്ല എന്ന് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല ഒരു കോർപ്പറേറ്റ് ലീഡർഷിപ്പിലാണെങ്കിൽ. പക്ഷേ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ എന്നിട്ടും എങ്ങനെ നമ്മുടെ ടീമിലുള്ള മെമ്പേഴ്സിനെ കൊണ്ട് പണി എടുപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ലീഡർഷിപ്പ് വിധം. അതാണ് നമ്മൾ സെർവൻറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് രണ്ടാമത്തെ കാര്യം. സാധാരണ എല്ലാവരും ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത എന്തിനു വേണ്ടി ചേർന്നു എന്നുണ്ടെങ്കിൽ ഉത്തരം പറയണത്. അതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും മറക്കണ ഒരു കാര്യമുണ്ട്. പണ്ടൊരിക്കൽ നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പെക്ക് പറഞ്ഞതാണിത്. അദ്ദേഹം ടോസ്റ്റ് മാസ്റ്റർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ആൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആള് ഒരുപാട് വർത്തമാനം പറയും, എല്ലാവരോടും വർത്തമാനം പറയാനും ചെറുപറാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതിൽ ആരെങ്കിലും പറയാനുണ്ടോ? താല്പര്യക്കാരുണ്ടോ? കമ്മ്യൂണിക്കേറ്റിങ്ങും സ്പീക്കിംഗ് ഇതിനെ പറ്റിയുള്ള വ്യത്യാസം അപർണയ്ക്ക് അറിയോ? Talking is like randomly talking, but communicating will be to the point, crisp and concise. That's what I think. Correct. കമ്മ്യൂണിക്കേറ്റിംഗ് കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, അത് ആ സമയപരിധിക്കുള്ളിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റണം. അതാണ് നമ്മൾ എപ്പോഴും ടോസ്റ്റ് മാസ്റ്ററിൽ ടൈമിംഗ് വെക്കുന്നത്. ഈ 5 to 7 minutes സ്പീച്ചിലൊരു ടൈമിലൊരു സ്പീച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നമുക്ക് പറയാനുള്ള ആശയം അതുപോലെ മറ്റുള്ള ആ കേൾവിക്കാരന് ഓഡിയൻസിന് നിങ്ങൾക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അവിടെയാണ് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് വ്യത്യാസം. അപ്പോൾ ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇന്റർനാഷണൽ പാസ് പ്രസിഡന്റാണ് പെക്കാൾ പറഞ്ഞത്. ഞാൻ ടോസ്റ്റ് മാസ്റ്ററിൽ ചേർന്ന ശേഷമാണ് അത് മനസ്സിലാക്കിയത്. ശരിയായിരിക്കും, ഞാനും അത് തന്നെയാണ്, എൻ്റെ അഭിപ്രായം തന്നെയാണ്. എനിക്കും ഇതറിയില്ലായിരുന്നു ഈ കമ്മ്യൂണിക്കേഷനും സ്പീക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളെല്ലാവരും ഓരോ കമ്പനികളിലും സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഗവൺമെന്റിലും പ്രൈവറ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് ഒരുപാട് കോർപ്പറേറ്റ് സ്കിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് പുതുതൊന്നുമല്ല, പ്രത്യേകിച്ച് 5, 7, 10 കൊല്ലമൊക്കെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലുള്ള ആൾക്കാർ. പക്ഷെ എന്നാലും അത് ഞാൻ ഒരു പ്രസന്റേഷൻ്റെ രൂപത്തിൽ നിങ്ങളെ അവതരിപ്പിക്കുന്നു മാത്രം. അപ്പോൾ എന്താണെന്ന് നോക്കാം. പലതും ഉണ്ട്, അതിൽ ഞാൻ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ ആദ്യം തന്നെ പ്രസന്റേഷൻ സ്കിൽസ്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തിന് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേർന്നു എന്നുള്ളത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഞാൻ 2008 ഖത്തറിൽ വന്നപ്പോൾ, ഞാൻ ബഹ്റിനിലായിരുന്നതിന് മുമ്പ് ഖത്തറിൽ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ബോസ് വന്നിട്ട് പറഞ്ഞു, പ്രസൻറ്റേഷൻ ഒന്നും കുഴപ്പമില്ല, പക്ഷേ യു നീഡ് ടു ഇംപ്രൂവ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കൊരു ഷോക്കായിരുന്നു. എനിക്ക് വലിയ പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടെന്ന് എനിക്ക് അഹംഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇത് നന്നാവണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല സജഷനായിട്ട് ഞാൻ എടുത്തു. പക്ഷേ ഇത് എവിടെ പോയി പഠിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം വന്നത്. അപ്പം ഞാൻ പലവരോടും ചോദിച്ചു, പലവരും പറഞ്ഞു ബ്രിട്ടീഷ് കൗൺസിലിൽ പോയാൽ അവർ പഠിപ്പിക്കുന്നുണ്ടാവും, വേറെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ പോയി. അവിടെയൊന്നും ഒരു ശരിയായ ഉത്തരവോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തരം ട്രെയിനിങ് പ്രോഗ്രാമോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി. എൻ്റെ ഒരു ദോസ്ത് അന്ന് പറഞ്ഞു, ടോസ്റ്റ് മാസ്റ്റർ അല്ല, എന്നാലും ആള് പറഞ്ഞു ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ഇത് പഠിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു, ഒന്ന് പോയി അന്വേഷിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗൾഫ് ടൈംസിൽ പേപ്പറിൽ കാണുന്നത് ഖത്തർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഒരു പരിപാടി നടത്തുന്നുണ്ട്, സ്പീച്ച് ക്രാഫ്റ്റ് എന്നും പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ സ്പീച്ച് ക്രാഫ്റ്റ് ചേർന്നതും. അപ്പോൾ സ്പീച്ച് ക്രാഫ്റ്റ് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊരു സമയബന്ധിതമായ ഒരു പരിപാടിയാണ്, അത് 8 സെഷൻ 8 ദിവസത്തെ ഉണ്ടാവും, 4 ആഴ്ചയിലായിട്ട്. അപ്പോൾ ഞാൻ വെച്ചു കറക്റ്റ്, ഇതാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ആ കോഴ്സ് ഒരു ഫിക്സ് ടൈമിൻ്റെ കോഴ്സ് എന്നാണ് എനിക്കറിയില്ലായിരുന്നു അന്ന് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അങ്ങനെ ഞാൻ ആ ഖത്തർ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ സ്പീച്ച് ക്രാഫ്റ്റിൽ ചേരുകയും അതിനുശേഷം ഞാൻ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ എന്നെ ട്രെയിനറായിരുന്ന ഒരാളാണ് നമ്മുടെ പിന്നത്തെ പാസ് ഡിസ്ട്രിക്ട് ഡയറക്ടറായിട്ട് ഞാൻ അതിന് ശേഷമായ തയാലൻ. അദ്ദേഹം അന്ന് ഖത്തർ ടോസ്റ്റ് മാസ്റ്റർ VP മെമ്പർഷിപ്പായിരുന്നു. ആള് പിന്നാലെ എന്നെ വിടാണ്ടിരുന്നാർന്ന് അങ്ങനെ എന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ചേർക്കുകയും പിന്നെ ഇപ്പോൾ 17 കൊല്ലമായിട്ട് ഞാനിപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ സ്കില്ല് നമുക്ക് പഠിക്കാൻ ഉള്ളൊരു വളരെ വളരെ നല്ലതാണ്. ഇപ്പോൾ പുതിയ പാത്വേസിൽ അതിൻ്റെ ഒരു പാത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി പഠിക്കാവുന്നതാണ് പ്രസൻറ്റേഷൻ സ്കിൽ. ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന കഴിവുകൾ, പ്രേക്ഷകരുമായി സംവദിക്കുക, പ്രേക്ഷകരുമായി ഇടപഴകുക, ഇതൊക്കെയാണ് പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് നമ്മൾ കോർപ്പറേറ്റ് സ്കിൽ പഠിക്കണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിഷണറി ലീഡർഷിപ്പ്. ഇതിൽ റൈറ്റ് സൈഡിലുള്ള ആളാണ് ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ പ്രസിഡന്റ് പെക്. ലെഫ്റ്റ് സൈഡിലുള്ള ആളെ ആർക്കെങ്കിലും അറിയുമോ?
ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം അറിയണ ആളാണെങ്കിൽ. സിജോ ജോർജ്. ആരെ സിജോ ജോർജ്? ഓക്കെ, സിജോ ജോർജിനെ ഞാൻ വിട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് ഡാനിയൽ റെക്സ്, ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ CEO ആണ്. ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ. ഇടയിൽ ഒരു ചെറിയൊരു മനുഷ്യൻ ഞാൻ നിൽക്കണമുണ്ട്, 2 ടോൾ ഫിഗേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ അടുത്ത ഈ വിഷണറി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഭാവി എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ കാണാനും അത് പ്രവചിക്കാനും അത് പ്രകാരം നമ്മുടെ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്ന ആൾക്കാരെയാണ് വിഷണറി ലീഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എന്താണ് എൻഡിലാവാൻ പോണേ, അതിൻ്റെ അകത്ത് ഒരുപാട് റിസ്ക് ഉണ്ടാവാം, ഫെയിലിയേഴ്സ് ഉണ്ടാവാം, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല. എന്നിരുന്നാലും അത് എന്താവുമെന്നും അതിനുള്ള എന്താണ് റൂട്ട് എന്നുള്ളതും മുൻകൂട്ടി കാണുന്ന ഒരു ലീഡർഷിപ്പ്, അത് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പലതും പഠിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡർ ആയി നിൽക്കുക. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. നമ്മൾ അതിൻ്റെ Day 1, ദാറ്റ് ഈസ് ജൂലൈ 1 ആണ് നമ്മുടെ Day 1 ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ. അന്ന് തന്നെ നമ്മളൊരു വിഷൻ ഉണ്ടാക്കുകയാണ്. ആ വിഷൻ എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് 116 ഷുഡ് ബി നമ്പർ 1 ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് 116 ഷുഡ് ബി എ സ്മെഡ്ലി ഡിസ്റ്റിങ്വിഷ്ഡ് ഡിസ്ട്രിക്ട്. ഇതൊരു വിഷനാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അവിടെ എത്താൻ പിന്നെയും 365 ദിവസമുണ്ട്. പക്ഷേ നമ്മളൊരു ഡിസിഷൻ എടുത്ത് ആ വിഷണറി ലീഡർഷിപ്പിൻ്റെ ആ ഡയറക്ഷനിൽ നമ്മൾ നീങ്ങിക്കഴിഞ്ഞ് നമ്മളൊപ്പമുള്ള ടീമിനെയും അതേ ഡയറക്ഷനിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അതുപോലെ ക്ലബിൻ്റെ, ഇപ്പോൾ ക്ലബിനെ നമുക്കിപ്പോൾ കൈരളി നമുക്ക് ഉഷാറാക്കണം, കൈരളി സ്മെഡ്ലി പ്രസിഡന്റ് ഡിസ്റ്റിങ്വിഷ് ആക്കണം എന്നാണ് പ്രസിഡന്റിൻ്റെ ആഗ്രഹം. അത് വളരെ നല്ലൊരിതാണ്. അപ്പോൾ അതിന് നമ്മളുള്ള വഴി കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെ ചെയ്താൽ അവിടേക്ക് എത്തുന്ന മുൻകൂട്ടി നമുക്ക് അറിയണം. ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. മറ്റുള്ളവരെ കൊണ്ടും അതുപോലെ നമ്മുടെ ഒപ്പം തന്നെ സഹായിക്കാനും ഒപ്പം നിൽക്കാനും അവരെയും നമ്മൾ കൂട്ടുപിടിക്കണം. അങ്ങനെ അവിടെ എത്തുന്ന കാര്യത്തിനാണ് വിഷണറി ലീഡർഷിപ്പ്. ഇത് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് മുൻകൂട്ടി കാണുന്നതും ഭാവിയെ പ്രവചിക്കാനുള്ള കഴിവുള്ളതും. അതാണ് വിഷണറി ലീഡർഷിപ്പ്. ഇനി അടുത്തൊരു ക്വാളിറ്റി, അടുത്തൊരു ലേണിംഗ് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിന് ഉള്ളത്, ഈ കോർപ്പറേറ്റ് ലൈഫിൽ നമുക്ക് ഒരുപാട് ഉപകരിക്കുന്നത് എന്താ വെച്ചാൽ മൾട്ടി കൾച്ചറൽ ടീം മാനേജ്മെന്റ്. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ 2008 ടോസ്റ്റ് മാസ്റ്റേഴ്സ്, ഖത്തർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നത്തെ വർഷം അൽഖോർന്ന് ഒരു അറബി വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അയാളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഖത്തർ എനർജിയിൽ, അന്നത്തെ ഖത്തർ പെട്രോളിയത്തിൽ ജോലി എടുക്കുന്നു. ആള് സൂപ്പർവൈസർ, ആള് സീനിയർ ടെക്നീഷ്യൻ അങ്ങനെ എന്തോ ആയിരുന്നു. അവിടുന്ന് അയാൾ സൂപ്പർവൈസറായി പ്രൊമോട്ട് ചെയ്തു. അപ്പോഴാണ് അയാളുടെ പ്രോബ്ലംസ് തുടങ്ങിയത്. ആ സീനിയർ ടെക്നീഷ്യൻ ആയിരിക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സൂപ്പർവൈസർ ആയപ്പോൾ ആൾക്ക് പ്രശ്നങ്ങളായി. കാരണം ആളുടെ ടീമിൽ 5 ഭാഷ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു, 5 നാഷണാലിറ്റീസ്. അതിൻ്റെ അത് ഇന്ത്യക്കാർ, ഫിലിപ്പിനോസ്, ശ്രീലങ്കൻ, അറബി ഉണ്ട്, പിന്നെ വേറെ ഏതൊരു ഭാഷക്കാരൻ. ഇങ്ങനെ 5 ഭാഷക്കാർ ആളുടെ ടീമിലുണ്ടായിരുന്നു. ഇയാൾക്ക് 5 ഭാഷക്കാരെ ആൾക്ക് വർത്തമാനം പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവരെ കൺവിൻസ് ചെയ്യാനോ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടെക്നീഷ്യൻ ആയിരിക്കുമ്പോൾ അതൊരു പ്രശ്നമായിരുന്നില്ല, ആൾക്കാരുടെ പണി മാത്രം നോക്കിയാൽ മതി. സൂപ്പർവൈസർ ആയപ്പോൾ ആൾ ഒരു മാനേജർ റാങ്കിലേക്ക് കയറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ ടീം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം ഇതുപോലെ ആരോട് ചോദിച്ചു. ഞാൻ ആ പ്രസന്റേഷൻ സ്കില്ലിനെ പറ്റി ചോദിച്ചപ്പോൾ അതേ ഉത്തരം തന്നെ അവർക്ക് കിട്ടി, ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പോയി നോക്കൂ, അവിടുന്ന് വല്ലതും പറ്റുമോ എന്നുള്ളത്. അങ്ങനെയാണ് ആള് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ വന്നതും. അവിടെ അന്ന് ആ ക്ലബിലുണ്ടായിരുന്ന, ഇപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാ മലയാളികളല്ല, ആ ക്ലബിൽ ഒരുപാട് നാഷണാലിറ്റീസ് ഉണ്ട്. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു 10-18 നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങൊരു ഈ പല നാഷണാലിറ്റീസിനെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് വലിയ സന്തോഷമായി. പിന്നെ ആൾ പതുക്കെ ക്ലബിൻ്റെ ഓരോ ലീഡർഷിപ്പ് റോളുകൾ എടുത്ത് സെക്രട്ടറി ആയി, ട്രഷററായി, VP എഡ്യൂക്കേഷനായി, അങ്ങനെയൊക്കെ വന്ന് ആൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നതോടെ ആൾ വളരെ കംഫർട്ടബിളായി. ആൾക്ക് കമ്പനിയിൽ ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടി. അതിനുശേഷം പിന്നെ മാനേജറായിട്ട് പ്രൊമോട്ടഡ് ആയി എന്നൊക്കെയാണ് ഞാൻ അവസാനം. പിന്നെ ആൾ നിർത്തിയേക്കണു. പക്ഷേ ആൾ ഇതിൽ പലതും പഠിച്ചു എന്നാണ് ആൾ സ്വയം നമ്മളോടെല്ലാം പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു കാര്യം വേറെ പഠിക്കുന്നത്, പല മൾട്ടിനാഷണൽ മൾട്ടി കൾച്ചറൽ ആൾക്കാരായിട്ടുള്ള ഇടപഴകാനുള്ള കഴിവ്. പിന്നെ ഈ ഷോയിങ് ഇനീഷ്യേറ്റീവ്, ഇതെപ്പോഴും നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് കാണും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ആരാ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം കൈ പൊക്കണ ആളെ സാധാരണ മാനേജ്മെന്റിന് ഇഷ്ടമാവും. കാരണം ആള് ഈ ഷോയിങ് ഇനീഷ്യേറ്റീവ്, ആൾക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലേ, അതിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ട്രെയിനിങ് എടുക്കേണ്ടി വരും ചിലപ്പോൾ. എന്നാലും നമ്മൾ പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തോടെ പറയുന്ന ആൾക്കാരെയാണ് ഷോയിങ് ഇനീഷ്യേറ്റീവ്. ഇത് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ കാണും. ലീഡർഷിപ്പ് റോൾസ് ഒക്കെ വരുമ്പോൾ ആര് ലീഡർഷിപ്പ് എടുക്കണമെന്ന് ആദ്യം കൈ പൊക്കണ ആ ആളാണ് കൂടുതൽ പഠിക്കാനുള്ള സാധ്യത. പിന്നെ റിസോഴ്സ് മാനേജ്മെന്റ്, ഒരു ക്ലബിലുള്ള ഫണ്ടും സ്ഥലവും കാശും അതിൻ്റെ ഫീസ് പിടിക്കലും അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ
ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ വളരെ അത്യാവശ്യമായ ഘടകമാണിത്. അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഷെഡ്യൂള്, ബഡ്ജറ്റ്, പദ്ധതികൾ, ഉപകരണങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടും എനിക്ക് വളരെയധികം നന്നായി തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ്. അതിനെന്താ കാരണം? ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നുള്ള സംഘടന 150 അടിയിലത്തെ തെറ്റാണ്, മേലത്തെയാണ് കറക്റ്റ്, 150 രാജ്യങ്ങളിലും 2,70,000 മെമ്പേഴ്സ്, 14,000 ക്ലബ്ബുകളിലുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും നിങ്ങൾ പോയി ഏത് കോണിൽ പോയാലും നിങ്ങൾക്ക് ഒരു ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സ് നിങ്ങളെ സഹായിക്കാനുണ്ടായിരിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കോവിഡും ഒക്കെ ജോലി നഷ്ടപ്പെടും, അത് വേറൊരു ജോലി കിട്ടാൻ എന്നെ സഹായിച്ചത് ടോസ്റ്റ് മാസ്റ്ററാണ്. അങ്ങനെ എൻ്റെ മകന് ഒരു ജോലി ആയത് HSBC ബാങ്കിൽ, അത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് മുഖാന്തരമാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ആൾക്കാർ, എനിക്ക് അപർണയുടെ കാര്യം കൂടെ അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് മൊത്തത്തിൽ ഗുണങ്ങൾ, നല്ല വശങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചില അവധി ദിവസങ്ങളിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടി വരുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാം ഗുണങ്ങൾ മാത്രമേ ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് നിങ്ങളെല്ലാം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് ഈ വക പോയിന്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയണതായിരിക്കാം. എന്നാലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രം. എന്തായാലും ബാക്ക് ടു ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേ, ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലേക്ക്. വളരെ നന്ദി ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ സർ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ, എനിക്കും കുറച്ച് അറിയില്ലാത്ത കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴത്തേക്ക്, കാരണം എനിക്ക് എൻ്റെ ഈ ടോസ്റ്റ് മാസ്റ്ററിൽ വരാനുള്ള കാരണം നിമിഷപ്രസംഗമാണ്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ മെമ്പർ ആവുന്നതിന് മുമ്പ് ഒരുപാട് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകളിൽ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ നിമിഷപ്രസംഗത്തിൽ ഞാൻ ചാടിക്കേറി പറയും. അപ്പൊ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്നാൽ ഇത് പിന്നെ ആ ഒരു തൻ്റെ ഇടം, അതായത് 10 പേരുടെ മുമ്പിൽ എന്തും വിളിച്ചു പറയാനുള്ള ഒരു തൻ്റെ ഇടം എനിക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് പറയാം. കാരണം ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ നിമിഷത്തിനകം അതിനെക്കുറിച്ച് ആലോചിച്ച് ഉണ്ടാക്കി വേണമെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ സംസാരിക്കാനുള്ള ഒരു തൻ്റെ ഇടമാണ് ആദ്യം മനസ്സിൽ വേണ്ടത്. പിന്നീട് നമുക്ക് അതിലുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായത് എനിക്ക് ടോസ്റ്റ് മാസ്റ്ററിൽ വന്നതിൽ പിന്നെയാണ്. മാത്രമല്ല, എനിക്ക് എൻ്റെ ഓഫീസിലെ ജോലികളിൽ എൻ്റെ സമയബന്ധിതമായിട്ട് എനിക്ക് ജോലി തീർക്കാനുള്ള ഒരു, കാരണം ഞാൻ വളരെ പിന്നെ ഇതാണ്, എനിക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന ജോലി എന്നുള്ളതനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. അത് ആരെന്തൊക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്താലും ആ ഒരു വർക്ക് കഴിയാണ്ട് ഞാൻ അടുത്ത സമയത്ത് മാത്രമേ അവർ പറയുന്ന ജോലിയിലേക്ക് ഞാൻ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എൻ്റെ പെൻഡിങ് വർക്ക്സ് വളരെ കുറവാണ്. എനിക്ക് ജോലിയിൽ പിന്നെ ഒരിക്കലും എൻ്റെ ജോലി ഇത് 8 മണിക്കൂറാണ്, ഞാൻ ചിലപ്പോൾ 2 മണിക്കൂർ നേരത്തെ ഇരുന്നാലും എനിക്ക് വരുന്ന ജോലികളിൽ ഞാൻ ഒരിക്കലും പിന്നെ ബാധ്യത ഉണ്ടാവത്തില്ല. കുറച്ച് ബാക്കി വെച്ചിട്ട് പിന്നെ സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കൺഗ്രാജുലേഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാൻ ആ ടൈമിൽ അവർ പറഞ്ഞ സമയത്ത് ഞാൻ ആ റിപ്പോർട്ട് അവർക്ക് കൊടുത്തിരിക്കും. അപ്പൊ അത് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ടോസ്റ്റ് മാസ്റ്ററിലെ ആ ഒരു ടൈമിങ് 7 മിനിറ്റ് എന്ന് പറയുന്ന 7 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം ഒരു പ്രാവശ്യം തയ്യാറാക്കി അവതരിപ്പിച്ച പെട്ട പാട് എനിക്കിപ്പോഴും അറിയാം. കാരണം നമ്മൾ ആദ്യം അത് ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പിന്നീട് അത് മനസ്സിലാവും എന്താണ് അതിന്റെ ടെക്നോളജി, അതിലെ ടെക്നിക്ക് എന്താണ്. നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ വളരെ സന്തോഷം, വളരെ നന്ദി. എല്ലാവർക്കും ഇതുപോലെ തന്നെ അനുഭവങ്ങളും പിന്നെ കുറച്ച് അറിവുകളൊക്കെ കിട്ടിക്കാണും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിങ്ങുകളിലെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു വിഭാഗമാണ് നിമിഷപ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ നിമിഷപ്രസംഗം അവതരിപ്പിക്കാനായിട്ട് ഉള്ളത് നമ്മളുടെ അപർണ രനീഷാണ്. അദ്ദേഹം നിമിഷപ്രസംഗത്തിൽ വളരെ വിദഗ്ധയാണ്. പല അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഞാൻ കണ്ടിട്ടുള്ളതനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷ്, നിമിഷപ്രസംഗ അവതാരകൻ. നന്ദി ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗത്തിൽ എന്നിൽ അർപ്പിതമായ 2ാമത്തെ ദൗത്യം നിമിഷ തത്സമയ പ്രഭാഷക തലവി എന്നതാണ്. ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ തത്സമയ പ്രഭാഷണം എന്നാൽ എന്ത് എന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല, നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാമല്ലേ.
എല്ലാവരും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എന്താണ് തത്സമയ പ്രസംഗം എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ടോസ്റ്റ് മാസ്റ്റർ യോഗത്തിലെ ഏറ്റവും രസകരവും ഏറ്റവും ആനന്ദകരവുമായ ഒരു സെഷനാണ് തത്സമയ പ്രസംഗ വിഭാഗം എന്ന് പറയുന്നത്. നമുക്ക് സമയം ഇതിന് തന്നിരിക്കുന്നത് 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെയാണ്. 1 മിനിറ്റിൽ പച്ചയും 1.5 മിനിറ്റിൽ മഞ്ഞയും 2 മിനിറ്റിൽ ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടും കാണിക്കുന്നതാണ്. അപ്പൊ ആരാണ് ആദ്യത്തെ ചോദ്യത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ റോൾ എടുക്കാത്ത ആരെങ്കിലും? ഞാൻ വരാം ഫസ്റ്റ്. ഓക്കെ, ടോസ്റ്റ് മാസ്റ്റർ അനീഷ്, ഇത് റമദാൻ മാസമല്ലേ? റമദാൻ മാസത്തിലെ ഒരു സന്തോഷകരമായ ഒരു ഓർമ്മ, റമദാൻ അനുഭവക്കുറിപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം, ഒന്ന് പങ്കുവെക്കാമോ? പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റേഴ്സ് സഹകാരികളെ, എല്ലാവർക്കും റമദാൻ മുബാറക്, റമദാൻ കരീം, റമദാൻ ആശംസകൾ. തീർച്ചയായിട്ടും വളരെ രസകരവും സുന്ദരവും സ്വാദിഷ്ടവുമുള്ള ഓർമ്മകൾ തന്നെയാണ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുള്ളത്. ഞാൻ താമസിക്കുന്നത് കയ്പമംഗലം പഞ്ചായത്ത്, കയ്പമംഗലം ദേശം എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ കയ്പമംഗലം പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളിൽ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് എൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുന്നത് വളരെ സുന്ദരവും സന്തോഷം നിറഞ്ഞതുമായിട്ടാണ് ചെറുപ്പകാലത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ആ അയൽവക്ക സ്നേഹത്തിൽ, അയൽവക്ക ബന്ധങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഓരോ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും പരസ്പരം നമ്മൾ എന്താണോ ആ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെക്കലാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ തൊട്ടു വടക്കിലുണ്ടായിരുന്ന പാത്തുമുത്തയുടെ വീട് ഇപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ ഓർക്കുന്ന പേര് തന്നെയാണ് പാത്തുമുത്ത എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം റവക്കഞ്ഞി എന്ന് പറയുന്നത്. റവക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ റവക്കെ ഇട്ടിങ്ങായിട്ട് അതിൽ ഇങ്ങനെ പെരുവരിയായിട്ടിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പൊക്കെ അതിലിട്ടിട്ടുള്ള റവക്കഞ്ഞി, പിന്നെ ജീരകക്കഞ്ഞി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അവര് നോമ്പർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് അവര് പത്തിരിയും നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് കണ്ട് കൊണ്ടുതരും. അപ്പൊ അങ്ങനെ നമ്മളുടെ എന്നെ സംബന്ധിച്ച് റമദാൻ മാസം അല്ലെങ്കിൽ ഈ നോമ്പുകാലം എന്ന് പറയുന്നത് വളരെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് അതിനെ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്രതമാണ്. എല്ലാ ആളുകളും അതിന്റെ ഇഷ്ടത്തോടും അതിന്റെ സഹനത്തോടും അതിന്റെ വിലയോടുകൂടിയൊക്കെ തന്നെ എടുക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. എങ്കിലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് വളരെയധികം സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന സമയമാണ്. കാരണം ഞങ്ങളൊക്കെ അത്രയധികം ഭക്ഷണം കിട്ടാനായിട്ട് തുടിച്ചു നിന്നിരുന്ന ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വളരെ സുന്ദരമായൊരു നിമിഷങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ച് ടേബിൾ ടോപ്പിക് മാസ്റ്ററിലേക്ക്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ അനീഷ്. വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ സന്തോഷകരമായ റമദാൻ ഓർമ്മകൾ ഇവിടെ പങ്കുവെച്ചു. പാത്തുമ്മയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇവിടെ നോമ്പെടുത്ത് ഇരിക്കുന്ന ആൾക്കാരെ കൊതിപ്പിക്കാനായി വിഭവങ്ങളുടെ പേരടക്കം പറഞ്ഞു. വളരെ ഭംഗിയായി സംസാരിച്ചു. നന്ദി. ഇനി അടുത്തതായിട്ട് ആരാണ് വരുന്നത്? നമുക്ക് ജോയ് മത്തായി സാറിനോട് ചോദിച്ചാലോ? മ്യൂട്ടാണ് സാർ, അൺമ്യൂട്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അത് എങ്ങനെ പ്രാപിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അതെങ്ങനെ പ്രാപിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ടോസ്റ്റ് മാസ്റ്റർ ജോയ് മത്തായിലേക്ക്. നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും വൈവിധ്യങ്ങളാർന്നതാണ്. ആ വൈവിധ്യങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിന് യോജിച്ച, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള സ്വഭാവ രീതികളിലേക്ക് അല്ലെങ്കിൽ പെരുമാറ്റ രീതികളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിനും വേണ്ടി മാത്രം ശ്രമിക്കുന്നതിനേക്കാൾ അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി കൂടി നമ്മുടെ സാഹചര്യങ്ങളെ മയപ്പെടുത്തി അതിനെ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തോടും ഒത്തുചേരാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. പലപ്പോഴും എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നത്? നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖങ്ങളും മാത്രം പോരെന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് മാത്രമല്ല ജീവിതം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ടി സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ കൂടെയുള്ളവരിലേക്കും വരാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിളായും എന്നാൽ എല്ലാവർക്കും അനുകൂലമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ഗുണം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. നന്ദി സർ. തീർച്ചയായും വൈവിധ്യങ്ങളെ നമ്മൾ ആഘോഷിക്കണം. വളരെ നല്ലൊരു മെസ്സേജ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നത്. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. വളരെ ഭംഗിയായി സംസാരിച്ചു. നന്ദി. ഇനി അടുത്തതായിട്ട് ആരാണ് സംസാരിക്കുന്നത്? സിജോ, നൗഷാദിന് സംസാരിക്കണോ? ഓക്കെ. ദുഃഖമില്ലാതെ സന്തോഷം ഉണ്ടാകുമോ? വേദനയില്ലാതെ സുഖമുണ്ടാകുമോ? യുദ്ധമില്ലാതെ സമാധാനം ഉണ്ടാകുമോ? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഇതിനെക്കുറിച്ച്? ദുഃഖമില്ലാതെ സന്തോഷമുണ്ടാകുമോ? വേദനയില്ലാതെ സുഖമുണ്ടാകുമോ? യുദ്ധമില്ലാതെ സമാധാനം ഉണ്ടാകുമോ? നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ ചിന്തയെക്കുറിച്ച്. ഏവർക്കും ഒരിക്കൽ കൂടി ശുഭസായം. നമ്മളിപ്പോ റമദാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വിഷയം കിട്ടിയപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഒരു വചനം, ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഏതൊരു ദുർഘടത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. തീർച്ചയായിട്ടും ഒന്നുണ്ടെങ്കിലേ മറ്റൊന്ന് ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ജീവിതം ഒരു പരീക്ഷണം പോലെയാണ്. നമ്മൾ വളരെ ലളിതമായിട്ടും ഒരു പ്രയാസമില്ലാതെ കടന്നു പോകുന്ന അല്ല ജീവിതം. മറിച്ച് എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന കരുത്ത്, ആ കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് നമുക്ക് വിജയം സംജാതമാകുന്നത്. അപ്പൊ ജീവിതത്തിൽ അത്തരം വിജയങ്ങൾക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ അനുയായിയായിട്ട് കൂട്ടത്തിൽ വരുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞ പ്രയാസങ്ങൾ. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മള് ജീവിതത്തിലെ പഠിക്കുന്ന പാഠങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങൾ, നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവരുടെ അനുഭവങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ പരിമിതമായ ജീവിതകാലത്തിൽ എങ്ങനെ മികച്ച രൂപത്തിൽ നന്മയോടൊപ്പം മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഈ രണ്ടും ഇപ്പൊ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളില്, മൂന്ന് ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം ഉള്ളത് പരസ്പര പൂരകങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിയുന്നത് തത്സമയ പ്രഭാഷണത്തിലേക്ക്. നന്ദി ടോസ് മാസ്റ്റർ നൗഷാദ്. വളരെ ഭംഗിയായി തന്നെ സംസാരിച്ചു. ഖുറാനിൽ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങി. ജീവിതം ഒരു പരീക്ഷണമാണ്, അതിൽ സുഖവും ഉണ്ട് ദുഃഖവും ഉണ്ട്, എല്ലാം കുറിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചു. വളരെയധികം നന്ദി. അപർണ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. ഒരു ചോദ്യം കൂടി ചോദിക്കണോ സിജോ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കാരണം ആള് മെമ്പറാണ്, റോളും ഇല്ല. അപ്പം സിജോന് താല്പര്യമുണ്ടോ ചോദിക്കും? സിജോന് താല്പര്യമുണ്ടോ സിജോ ഒരു ചോദ്യത്തിന്? അടുത്ത തവണ നോക്കാം. ഓക്കെ, അപ്പൊ ശരി. എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട്, ഇന്ന് ആകെ 3 പേര് സംസാരിച്ചവരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ സംസാരിച്ചു. വിഷയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു.
എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വളരെ ഷോർട്ട് ആയാലും തിരിച്ച് ഇന്നത്തെ അവതാരകനിലേക്ക്. നമുക്ക് ബെസ്റ്റ് സ്പീക്കറിനെ ഒന്നും തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വേണോ? സ്പീക്കർ ഒരാളാണല്ലോ ഉള്ളൂ. ടേബിൾ ടോപ്പിക് അല്ലേ? അതെ, എന്താ സാധാരണ ചെയ്യും. പക്ഷെ നിങ്ങളുടെ എന്താ അഭിപ്രായം എന്താണ്? നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ വോട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യാം. സ്ലൈഡും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, സമയം നോക്കണം. പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതെ. തിരിച്ച് ഇന്നത്തെ അവതാരത്തിലേക്ക്. വളരെ വളരെ നന്ദി ടോസ് മാസ്റ്റർ. പിന്നെ ആക്ച്വലി നമ്മൾ ഈ 1 ഗ്ലാസ് പായസം കൊണ്ടുവച്ചിട്ട് അതിൽ 1 സ്പൂണ് പായസം കുഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ കഴിക്കാമെന്ന് പറയുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ, അതാണ് ഇപ്പൊ തുടങ്ങി വെച്ച് ഒരു നല്ലൊരു നിമിഷ പ്രസംഗം പെട്ടെന്ന് നിർത്തേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്. എനിവേ വളരെ, കാരണം ഞാനും ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കാറ്. കാരണം എനിക്കറിയാം 5:30 കഴിയുമ്പോഴത്തേക്ക് അത് സമയത്തിന്റെ ചില പ്രത്യേകതകളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സബ്ജക്റ്റ് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. പിന്നീടാണ് ആ സമയത്തിന്റെ കാര്യം ഓർത്തതും ചുരുക്കിയത്. അപ്പോൾ അങ്ങനെ ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്ന് പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഇന്നത്തെ യുവജനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന ഉപദേശങ്ങൾ, അത് ഉപദേശമായിട്ടല്ല കൊടുക്കേണ്ടത്, അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ നല്ല ഇന്ത്യയിൽ പോയിട്ട് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതിനൊക്കെ എത്രത്തോളം നമ്മളുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ബോംബെയിലേക്ക് വണ്ടി കയറിപ്പോയ 2 പെൺകുട്ടികളുടെ കഥയൊക്കെ വായിക്കണ്ടായി. എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത, എന്തിനാണ് അവർ ബോംബെയിൽ പോയി, ആരെ കണ്ടുകൊണ്ടാണ് പോകുന്നത്, ഒക്കെ ഇതുപോലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ നമ്മളുടെ കഴിയാവുന്നത് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പുതുമൂല്യ കർത്താവായി നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത് ടോസ് മാസ്റ്റർ അശോകൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ഡിവിഷൻ ഡയറക്ടറാണ്. ബാക്കി എൻ്റെ ഇൻട്രോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടി ആയതുകൊണ്ട് ഞാൻ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് നമ്മുടെ പുതുമൂല്യ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്. നന്ദി ടോസ് മാസ്റ്റർ ഓഫ് ദ ഡേ കൃഷ്ണകുമാർ. കേൾക്കാമോ? എന്നെ കേൾക്കാമോ? ഓക്കെ, നന്ദി ടോസ് മാസ്റ്റർ കൃഷ്ണകുമാർ. ഇൻട്രൊഡക്ഷനൊക്കെ കുറയ്ക്കാം നമുക്ക്, കാരണം സമയം കുറവായതുകൊണ്ട്. എനിവേ, ആദ്യമേ ഞാൻ പറയട്ടെ, സോറി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യം മറ്റേ ലിങ്കിലായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ മറ്റേ ലിങ്കിൽ കയറി അങ്ങനെ വെച്ചു. അപ്പൊ അതിൽ കാണിച്ച മെസ്സേജ് മീറ്റിംഗ് തുടങ്ങട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അത് നോക്കി ഇങ്ങനെ വന്നു, പിന്നെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. എനിവേ, സോറി ഫോർ ദാറ്റ്. എന്തായാലും നമസ്കാരം, ഒരു ശുഭസായാഹ്നം നേരുന്ന എല്ലാവർക്കും. കൈരളി ടോസ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ പൊതുമൂല്യ കർത്താവ് ആയതിൽ വളരെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. പിന്നെ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ പെട്ടെന്ന് തന്നെ അധികം കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. കാരണം നമുക്കറിയാം, എൻ്റെ ഈ ജനറൽ ഇവാലുവേഷൻ സെഷനും 3 ഭാഗമായിട്ടാണ് നടക്കുക. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് പ്രിപ്പയർഡ് ആയ സ്പീച്ച് പ്രസംഗത്തിന്റെ ഒരു മൂല്യ നിർണയമാണ്. അതെ, അപ്പൊ അത് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ പ്രസംഗം പ്രിപ്പയർഡ് സ്പീച്ച് നടത്തിയത് ടോസ് മാസ്റ്റർ നൌഷാദ് അഷ്റഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് വിലയിരുത്തുന്നത് ടോസ് മാസ്റ്റർ അനീഷ് തറയിൽ. ഇപ്പൊ ടോസ് മാസ്റ്റർ അനീഷ് തറയിലിനെ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു നൌഷാദിന്റെ പ്രസംഗം വിലയിരുത്തുന്നതിന് വേണ്ടി. വളരെയധികം നന്ദി ടോസ് മാസ്റ്റർ അശോകൻ. നമ്മളുടെ ഗുഡ് ഈവനിങ്, ശുഭസായനം എല്ലാ ടോസ് മാസ്റ്റർ സഹകാരികൾക്കും ഒരിക്കൽ കൂടി. നമ്മുടെ ടോസ് മാസ്റ്റർ ആയിട്ടുള്ള നൌഷാദ് വളരെ സുന്ദരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായി MP യുടെ സ്പന്ദനങ്ങളെ,
ആസ്വാദകരിലേക്ക് തീർത്തും വളരെ സുതാര്യമായി വളരെ നയപരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ MT ഒരു MTയുടെ വേർപാടിനെ കുറിച്ചുള്ള സംഭാഷണത്തിൽ സാധിച്ചിട്ടുണ്ട്. എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം മലയാളത്തിന്റെ വാക്കുകൾ എടുത്തിങ്ങായിട്ട് പ്രയോഗിക്കുന്നത്. പ്രോജ്വലമായ ചില ഉത്തരങ്ങൾ, അനിർവചനീയമായ ചില വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കേട്ട് നമ്മളുടെ ആളുകൾക്കൊക്കെ തന്നെ ഒരു സംഭാഷണം എങ്ങനെയായിരിക്കണം, ഏത് തരത്തിലാണ് ഒരു എഴുതി തയ്യാറാക്കുന്ന സംഭാഷണങ്ങൾ, പ്രസംഗം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ മികച്ച ഒരു ഉദാഹരണമാണ് ടോസ്റ്റ് മാസ്റ്റർ നൗഷാദ് അശറഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രസംഗത്തിൽ പ്രാസംഗികം ചെയ്യേണ്ടതായ കാര്യം കൃത്യമായിട്ട് അതിനെപ്പറ്റി ഹോംവർക്ക് ചെയ്യുകയും കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ വളരെ മുൻപിലായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗത്തിന് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കൃത്യമായിട്ട് ഇത്തരം പ്രാസംഗിക മത്സരങ്ങളിലോ പ്രസംഗത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശേഷിയുമുള്ള ഒരാൾ തന്നെയാണ് ടോസ്റ്റ് മാസ്റ്റർ നൗഷാദ് അഷ്റഫ്. MTയുടെ ജീവിതാനുഭവങ്ങൾ, MT മലയാള മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഴങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം നമ്മൾക്ക് കാണിച്ചു തന്നിരുന്നു. വളരെ സുന്ദരമായ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് നമ്മളുടെ ഇതില് ഇവാലുവേഷനിൽ അയച്ചു തന്നിരുന്ന ഇത് വെച്ച് ഞാൻ ഇവാലുവേഷൻ ചെയ്തിരുന്നു. ഇവാലുവേഷനിൽ നമുക്കറിയാം, ഇവാലുവേഷൻ പേജിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രസംഗം അവതരിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെയാണ് എനിക്കത് അയച്ചു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി, സംഭാഷണങ്ങളുടെ ക്ലാരിറ്റി, വാക്കുകളുടെ ക്ലാരിറ്റി ഒക്കെ വളരെ കൃത്യവും സ്പഷ്ടവുമായിരുന്നു. ആളുകളുമായിട്ടുള്ള നയന സംവേദനം, നമ്മുടെ ആംഗ്യ വിക്ഷേപങ്ങളെല്ലാം തന്നെ ആളുകളെ നമ്മളിലേക്ക് കൃത്യമായിട്ട് നമ്മളിലേക്ക് നോക്കി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ടും ബോധപൂർവം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ ബാക്കിയെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് 1-2 നിർദ്ദേശങ്ങളാണ് അദ്ദേഹത്തിന്റെ വെക്കാനുണ്ടായിരുന്നത്. ഇതിന്റെ ഈ സംഭവം നമുക്ക് അയച്ചു തരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഒരു വോക്കൽ വെറൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അതിലുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ചെയ്യേണ്ടുന്നത് നമ്മുടെ MTയുടെ ചില കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഒരു കഥയുടെ തന്നെ ഒരു ഭാഗമോ ചെറുതായിട്ടൊന്ന് എടുത്തിങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു സംഭാഷണ ശകലങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രസംഗമായി മാറിയേനെ ആ പ്രസംഗം. വോക്കൽ വെറൈറ്റി എന്ന് പറയുന്ന നമ്മളുടെ ഇതിനെപ്പറ്റി മൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള ഒരു വോക്കൽ വെറൈറ്റി എന്ന് പറയുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ട് കണ്ടെത്തുന്ന തരത്തിലേക്ക് അതിൽ ഉൾപ്പെടുത്താമായിരുന്നു നൗഷാദ് ഭായി. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിനെ എൻകറേജ് ചെയ്യുക. ഓഡിയൻസിനെ നമ്മൾക്ക് ഈ സംഭാഷണത്തിലേക്ക് പൊതുവിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഓഡിയൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് താങ്കൾ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൂടി അതിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രസംഗമായി മാറിയേനെ. എന്തായാലും തീർച്ചയായിട്ടും നമ്മളുടെ കൈരളി ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ മുൻ പ്രസിഡന്റ് നമ്മളുടെ കൈരളി ടോസ്റ്റ് മാസ്റ്റേഴ്സിന് ഒരു വലിയ സമ്മാനം തന്നെയാണ്, ഒരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ടോസ്റ്റ് മാസ്റ്റർ നൗഷാദ് അഷ്റഫ്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ സുന്ദരമായിട്ടുള്ള പ്രസംഗവും കൂടുതൽ സുന്ദരമായിട്ടുള്ള രീതിയിൽ ഇടപെടലുകൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തിരിച്ച് ജനറൽ ഇവാലുവേറ്ററിലേക്ക്. താങ്ക് യു. നല്ലൊരു കയ്യടി കൊടുക്കാം ടോസ്റ്റ് മാസ്റ്റർ അനീഷിന്. ശരിക്കും പറഞ്ഞാൽ നൗഷാദിന്റെ ഒരു ഉദാരമായ സംഭാവന തന്നെയായിരുന്നു ഈ MTയെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് പകർന്നു തരിക എന്ന് പറഞ്ഞു. അപ്പം വളരെ എനിക്ക് പല പല പുതിയ അറിവുകൾ അതിലൂടെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റി. എനിക്കൊന്ന് ടൈമർ കാണിക്കുന്നില്ലായിരുന്നു കേട്ടോ. ടൈമർ ആരായിരുന്നു? രാഘവൻ സാർ. രാഘവൻ സാർ. ഓക്കെ. സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല.
പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ അനീഷ് പറഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റിപ്പോർട്ടുകളാണ്. ഇപ്പൊ നമുക്കിന്ന് 2 റോൾ പ്ലേയേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ടൈമർ, അതുപോലെ രണ്ടാമത് ഗ്രമേറിയൻ, റൈറ്റ്? അപ്പോൾ ഗ്രമേറിയൻ റിപ്പോർട്ട് ടോസ്റ്റ് മാസ്റ്റർ അപർണ റനീഷ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ വാക്ക് ആരും തന്നെ ഉപയോഗിച്ചില്ല. അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനൊരു പ്രാവശ്യം ഉപയോഗിച്ചു. ഉപയോഗിച്ചു. അപ്പൊ എന്റെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം. പക്ഷെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ പ്രസംഗങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതൊക്കെ ഒന്ന് ഞാൻ എടുത്തു പറയാം, റീട്രേറ്റ് ചെയ്യാം. ഘോഷയാത്രകൾ, താരകം കൊഴിഞ്ഞു, പ്രജ്വലിച്ചു, സമഗ്രമായ സംഭാവന, തന്മയത്വം, മാസ്മരികമായ വ്യഥ, വൈഭവം, കാവ്യാത്മകമായി കാച്ചിക്കുറുക്കിയ വിദൂരമായ ഗവേഷണം, പശ്ചാത്തലം, ആദ്യാമമായ, കറക്റ്റാണോ? അദമ്യമായ, പിന്നെ വഴിത്താര, അത് പാത്വേസ് നമ്മൾ അറിയാം. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചത്, ഇംഗ്ലീഷ് എന്നുള്ളത് ആംഗലേയം, ഇത്രയും നല്ല മലയാളം സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ആംഗലേയം എന്ന് ഉപയോഗിക്കായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് ഉപയോഗിച്ചു. പിന്നെ ഭാഷയെ മാറോട് ചേർത്തു. നിർഭാഗ്യവാന്മാർ, സമയബന്ധിതം, ദുഷ്കരം, അത് നമ്മുടെ എഡ്യൂക്കേഷൻ മോഡ്യൂളിൽ വന്നതാണ്. പിന്നെ ടേബിൾ ടോപ്പിക്സിൽ വൈവിധ്യങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല പുതിയ വാക്കുകൾ, നല്ല വാക്കുകൾ ഇന്ന് കേൾക്കാൻ സാധിച്ചു. വളരെ നല്ല. തിരിച്ച് നമ്മുടെ ജനറൽ ഇവാലുവേറ്റർ പൊതുമൂല്യകർത്താവ് സമയറിന് നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തതായി നമ്മുടെ ടൈമറാണ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ. നമസ്കാരം. ആദ്യമായി ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് സീറ്റിൽ നിന്ന് എണീറ്റപ്പോ വീഡിയോ ഓഫ് ചെയ്തതാണ്. അത് പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. പക്ഷെ ഞാൻ ഇവിടെ ടൈമിംഗ് കാണിക്കണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത്. ഓക്കെ, ഇന്നത്തെ സമയം നമ്മൾ 5:15 കഴിയണമെന്ന് വെച്ചിട്ട് നമ്മൾ വളരെ അടുത്താണ്. അതുകൊണ്ട് നമുക്ക് അധികം നീട്ടിപ്പോണ്ട. പ്രത്യേകിച്ച് ഇന്ന് ഈ എന്താണ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യേണ്ട സുഹൃത്തുക്കൾക്ക് ധൃതി ഉണ്ടായിരിക്കും. അതാണ് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പക്ഷെ ഇന്നത്തെ പ്രസംഗികനും ഇവാലുവേറ്ററും രണ്ടാളും സമയബന്ധിതമായിരുന്നു. രണ്ടാളും എക്സീഡ് ചെയ്തില്ല. ഔട്ടർ ലിമിറ്റ് വരെ എത്തി, എന്നാലും അവിടെ വരെ എത്തി. രണ്ടാളും കറക്റ്റായിട്ട് പ്രസംഗിച്ചു. അതുപോലെ തന്നെ ഇവാലുവേഷനും അതുപോലെ തന്നെ ചെയ്തു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ തുടക്കം നമ്മൾ കുറച്ച് വൈകി, അത് ടെക്നിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഇതുവരെ നമ്മൾ ഒരുവിധം സമയത്തിന് തന്നെ പോകുന്നുണ്ട് ടൈം. അതുകൊണ്ടാണ് ടേബിൾ ടോപ്പിക്സ് നമുക്ക് പെട്ടെന്ന് അധികം ടോപ്പിക്സ് ഇല്ലാണ്ട് നിർത്തേണ്ടി വന്നത്. പക്ഷെ ഓവറോൾ ഇറ്റ് ഈസ് ഓക്കെ വിത്തിൻ ടൈം. ബാക്ക് ടു ദ ജനറൽ ഇവാലുവേഷൻ. ടേബിൾ ടോപ്പിക് എല്ലാവരും ക്വാളിഫൈഡ് അല്ലേ? ടേബിൾ ടോപ്പിക് എല്ലാവരും ക്വാളിഫൈഡ് ആണ്. 3 പേരും ക്വാളിഫൈഡ്. ഓക്കെ, താങ്ക് യു ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ മേനോൻ സർ. അവർ നല്ല കയ്യടി കൊടുക്കും. ഇനി എൻ്റെ പൊതുവായ ഒരു നിരീക്ഷണമാണ്. നമ്മുടെ മീറ്റിംഗ് എനിക്ക് തോന്നുന്നു സർജന്റ് ടേംസ് ഇപ്പം ഇല്ല, തുടങ്ങിയ ആള് ജൂഹി അല്ലേ? അപ്പൊ ജൂഹി നന്നായിട്ട് തന്നെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതുപോലെ മീറ്റിങ്ങിന്റെ പൊതുവെ ഉള്ള എറ്റിക്വറ്റ്സ് എല്ലാം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പറഞ്ഞു. അതുപോലെ പ്രസിഡന്റിനെ ക്ഷണിച്ചു. എനിക്ക് പ്രസിഡന്റിന്റെ തുടക്കത്തിൽ തന്നെ ഒരു നല്ലൊരു മെസ്സേജ്, മൈക്കൽ ആഞ്ചലോയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജ് തന്നെയായിരുന്നു അത്. ടോസ്റ്റ് മാസ്റ്റർ, അതായത് ഒരു കല്ലിൽ കാണാത്തത് നമ്മൾ ടോസ്റ്റ് മാസ്റ്ററിലും ശരിക്കും അത് ഒരു മെന്റർ ആണ് പലപ്പോഴും ഒരു മെന്റിയിൽ അത് കാണുന്നതും അദ്ദേഹത്തെ മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നതും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു എന്നുള്ള ആ മെസ്സേജ് നന്നായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു പ്രസിഡന്റ് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അതുകൊണ്ട് നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം പ്രസിഡന്റിന്. ഞാൻ വേഗം പോവുകയാണ്. പിന്നെ ടി എം മോഡി കൃഷ്ണകുമാർ ഒരു പാട്ടിന്റെ, എനിക്ക് മുഴുവൻ ആ ലൈൻ അത്ര ഓർമ്മയില്ല, ഒരു പാട്ടിന്റെ ലൈന് സ്വർഗത്തിൽ ഒരു മുറിയെടുത്തു
അവസാനിക്കുന്ന ഒരു ലൈനോട് കൂടിയുള്ള ആ ഒരു തീം വെച്ച് താങ്കൾ താങ്കളുടെ കഥയിലൂടെ തന്നെ അത് നന്നായിരുന്നു. കുറച്ച് എന്താ പറയാ, ഒരു മോശം പശ്ചാത്തലം അതിലുണ്ടെങ്കിൽ കൂടി താങ്കൾ അതിനൊന്നും അടിമപ്പെടാതെ പിന്നെ നല്ലൊരു എൻഡിങ് ആയിട്ട് അത് വരികയും അതിലൊരു നല്ലൊരു മെസ്സേജും അതുപോലെ താങ്കളുടെ ആശങ്കയും പങ്കുവെച്ചുകൊണ്ട് ആ ഒരു തീം മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ആകെ ഒരു സജഷൻ ഉള്ള, പിന്നീട് നമ്മുടെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് വീണ്ടും കുറേ കാര്യങ്ങൾ നമ്മൾ തീം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി. അത് കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. അത്രേ നമ്മൾ തീം വിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പോകേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത് പുള്ളിയുടെ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് താങ്കൾക്ക് പറയാമായിരുന്നു. പക്ഷെ താങ്കൾക്ക് തിരിച്ചു വന്നതിന് ശേഷം അത് കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നു അത്ര ഒരു സുഖമായില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം മറ്റു രീതിയിൽ നല്ല മെസ്സേജോടുകൂടി ഇത് നന്നായിട്ട് കണ്ടക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഉള്ളത് പ്രസംഗം, പിന്നെ നമ്മുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ രാഘവൻ സാറിന്റെ വൈ ബിക്കം എ ടോസ്റ്റ് മാസ്റ്റർ. അദ്ദേഹം ആദ്യമേ പറഞ്ഞു നമ്മുടെ പിന്നെ പുതിയ മെമ്പർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനാണ് ഇത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ മെമ്പർക്ക് മാത്രമല്ല ഇത് ഗുണം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ ടോസ്റ്റ് മാസ്റ്ററിൽ 10-15 കൊല്ലം ആയാൽ പോലും പലപ്പോഴും എന്തിനാണ് ഇതിൽ വന്നതെന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഇതിലൂടെ വരുന്നുണ്ട്. പലർക്കും എനിക്ക് തോന്നുന്നു പലതും അത് പുതിയ അറിവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചും ചില ലീഡർഷിപ്പ് കാര്യങ്ങൾ നമ്മൾ സെർവന്റ് ലീഡർ എന്നൊക്കെ കേൾക്കും. പക്ഷെ മറ്റു പല ലീഡർഷിപ്പ് അതുപോലെ മറ്റ് പല കോർപ്പറേറ്റ് സ്കിൽസ് ഇതിലൂടെ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കത് ഓർമ്മപ്പെടുത്തലൊക്കെ അതിലൂടെ വരുന്നുണ്ട്. അപ്പൊ അത് പുതിയ മെമ്പർമാരില്ലെങ്കിൽ കൂടി അത് നന്നായി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ടേബിൾ ടോപ്പിക് മാസ്റ്റർ അപർണ റിനേഷ്, അതും പിന്നെ നല്ല രീതിയിൽ തന്നെ ടേബിൾ ടോപ്പിക് മാസ്റ്റർ കൈകാര്യം ചെയ്തു. നമുക്ക് വളരെ കുറഞ്ഞ ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റില്ലെങ്കിലും വളരെ നന്നായിട്ട് തന്നെ അതും ചെയ്തു. എല്ലാവരും തന്നെ നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്തു. എല്ലാവരും നല്ല മെസ്സേജോട് കൂടി ആ കാര്യങ്ങൾ അവർക്ക് കിട്ടിയ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ മെമ്പർഷിപ്പ് നമുക്ക് ഇപ്പൊ സ്ക്രീനിലാകെ 9 പേരാണുള്ളത്, 10 പേരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കറേജ് ഉണ്ടല്ലോ, അതായത് എണ്ണം കുറഞ്ഞാലും നമ്മൾ മീറ്റിംഗ് നടത്തും, അതുപോലെ ട്രെയിനിങ് മൊഡ്യൂൾ നടത്തും എന്നുള്ള ആ ഒരു മനോഭാവം തന്നെയാണ് ഈ ഒരു ടോസ്റ്റ് മാസ്റ്റർ ജേണിയുടെ ഒരു പ്രധാന വശം തന്നെ. കാരണം അത് ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ആളില്ല, കുറഞ്ഞു പോയി, നമ്പറെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റോള് കിട്ടുന്നില്ല എന്നൊക്കെ, റോൾ പ്ലേയേഴ്സിന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മീറ്റിംഗ് മാറ്റിവെക്കാൻ നോക്കുമ്പോൾ അത് വല്ലാത്തൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് ആക്റ്റീവായിരിക്കുന്നവരിലേക്ക് പോവുക. തീർച്ചയായിട്ടും നമ്മൾ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 3 ആളാണെങ്കിൽ പോലും മീറ്റിംഗ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അത് ഗുണമേ ചെയ്യൂ, കൂടുതൽ ആളുകൾ കൂട്ടത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലുള്ള കറേജ് കാണിച്ച പ്രസിഡന്റ് അതുപോലെ എക്സ്കോമിനെല്ലാം വളരെ നന്ദി പറയുകയാണ്, ഒരു ഡിവിഷൻ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കൂടി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ജനറൽ ഇവാലുവേഷൻ സെഷൻ ഇവിടെ സമർപ്പിക്കുന്നു. തിരിച്ച് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേയിൽ. വളരെ നന്ദി ജനറൽ ഇവാലുവേറ്റർ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ സാർ. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കാരണം ഇടയ്ക്കൊന്ന് കാട് കയറിപ്പോയി, ശരിയാണ്. അപ്പൊ എന്നെ സഹിച്ചതിനും എൻ്റെ കാര്യങ്ങൾ കേട്ട് ക്ഷമിച്ചതിനും ഒക്കെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. ചുരുങ്ങിയ സമയമുള്ളത് കൊണ്ട് നമ്മുടെ സമാപനക്കുറിപ്പ് അവതരിപ്പിക്കുന്നതിനായിട്ട് ഞാൻ പ്രസിഡന്റിന് ടോസ്റ്റ് മാസ്റ്റർ അപർണ റിനീഷിന് ഈ സ്ക്രീൻ കൈമാറുകയാണ്. നന്ദി കൃഷ്ണേട്ട. ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാൻ ഒരു മുറിയെടുത്തു. വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ യോഗം കൊണ്ടുപോയതിന് വളരെയധികം നന്ദി. ഒരു നല്ല കൈയടി ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാറിന്. ഈ യോഗം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ അവലോകനം ചെയ്തു കഴിഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവരും തന്നെ
വളരെ ചുരുങ്ങിയ റോൾ പ്ലേസ് ആണെങ്കിൽ പോലും എല്ലാവരും തന്നെ ഈ മീറ്റിംഗ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. എല്ലാവർക്കും നന്ദി. പിന്നെ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഈ ഗ്രൂപ്പ് നമ്മളെ കൈരളിയിൽ മെമ്പർ ആയ ഉടനെ തന്നെ ഡാഷ്ബോർഡ് നോക്കി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അഡ്വൈസ് തരികയും എപ്പോഴാ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഒരു മീറ്റിംഗ് ഇന്ന് ഉണ്ടാക്കാൻ കാരണമായ രാഘവൻ സാറിനോട് തന്നെയാണ്. വളരെയധികം നന്ദി. ഞങ്ങൾ ഭയങ്കര മടിച്ചിരിക്കുമായിരുന്നു. ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളാണ്. 6-7 പേരുണ്ടാവും, അപ്പൊ എന്തിനാണ് യോഗം? പക്ഷെ അതൊന്നും വകവെക്കാതെ ഞങ്ങളെ പ്രചോദിപ്പിച്ച ഒരു മീറ്റിംഗ് ഇന്ന് സംഘടിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച രാഘവൻ സാറിനും, പിന്നെ ആ യോഗ നമ്മുടെ VP ഒഴിഞ്ഞു മാറി എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കുക മുൻവന്ന് എല്ലാം ചെയ്തിരുന്ന VP എനിക്ക് ഈ മാസം പറ്റില്ല, കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒഴിഞ്ഞു മാറിയപ്പം അത് ഏറ്റെടുത്ത അനീഷ് നമ്മുടെ സെക്രട്ടറിക്കും വളരെയധികം, നിങ്ങൾ രണ്ടുപേരുമാണ് ഈ മീറ്റിംഗിന് കാരണക്കാർ. അപ്പൊ വളരെയധികം നന്ദി. നമ്മുടെ കൂടെ വന്ന് സഹായിച്ച ജനറൽ ഇവാലുവേറ്റർ ആയിട്ട് അശോകേട്ടൻ, ഇന്നലെയാണ് മീറ്റിംഗ് എന്ന് വിചാരിച്ച് ഇന്നലെ വിളിച്ചിരുന്നു, ഞാൻ മറന്നുപോയിണ്ടായിരുന്നു മീറ്റിംഗ് മാറ്റിയ കാര്യം കൂടി പറയാൻ. താങ്ക് യു ടു അവർ ക്ലബ് കോച്ച് മധു ഫോർ ജോയിനിങ് us. പിന്നെ അതിഥിയായിട്ട് വന്ന ജോയ് മത്തായി സർ. എങ്ങനെയുണ്ടായിരുന്നു യോഗം? കേൾക്കാൻ പറ്റണില്ല. ആരോട്? ജോയ് മത്തായി മ്യൂട്ടാണ്. അതിഥി ഞാന് ഈ സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ വളരെ എൻജോയ് ചെയ്തു. ഞാന് ആക്ച്വലി ഇന്നത്തെ ഒരു പബ്ലിക് സ്പീക്കർ കേട്ടപ്പോൾ എനിക്കങ്ങ് സംസാരിക്കണം തോന്നുന്നൊരു സമയമായിരുന്നു. കാരണം MTയെ കുറിച്ച് സംസാരിച്ചപ്പോൾ MT വാസുദേവൻ നായരുടെ നീലത്താമര സിനിമയില് പഴയ ബഹദൂർ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, അച്യുതൻ നായർ എന്ന് പറഞ്ഞിട്ട്, നീലത്താമര സിനിമയില്. അത് റീഡു ചെയ്ത സിനിമയിൽ നീലത്താമരയിലെ അച്യുതൻ നായർ ഞാനായിരുന്നു. അപ്പോ MT വാസുദേവൻ നായരായിട്ട് കൂടെ 10-15 ദിവസം ഷൂട്ടിംഗ് സൈറ്റിൽ സ്പെൻഡ് ചെയ്ത് ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്ത് കഴിച്ചിരുന്നപ്പോൾ അപ്പൊ എനിക്ക് ആളെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചിട്ടൊന്നും എനിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഇനീഷ്യലി MTയെ കുറിച്ച് കേട്ടപ്പോൾ. ഇന്നത്തെ മീറ്റിംഗ് പൊതുവെ അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് വരാനുള്ള ശ്രമം നടത്താം. കാരണം ഞാനിപ്പോൾ ഓൾറെഡി തന്നെ 1-2 ക്ലബിൽ ഉണ്ട്. അപ്പൊ ഇനി ഞാൻ മലയാളത്തിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം മലയാളത്തിൽ ആക്ച്വലി സംസാരിക്കാൻ എനിക്ക് പ്രോബ്ലം ആണ് ഈ പ്രസംഗം എന്ന് പറയുമ്പോഴേ. നമ്മൾ സാധാരണ ആ ഒരു ഇംഗ്ലീഷിന്റെ അതിലേക്ക് ടേബിൾ ടോപ്പിംഗ് പോലും എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനത് ഒരു ഇൻട്രോയ്ക്ക് പോയി വന്നപ്പോഴേക്കും സാല്യൂട്ട് ചെയ്യാൻ മീൻസ് അഡ്രസ് ചെയ്യാൻ മറന്നു. പിന്നെ അങ്ങനെയോട് പോയി. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമാണ്. നല്ലതാ, വേണം, നമുക്ക് പഠിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ ശോഭിക്കണം എന്നുള്ളൊരു മൂഡിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഐ ഹോപ്പ് ആൻഡ് ഓൾസോ നമ്മളൊക്കെ ഇപ്പോൾ ഇന്നത്തെ പ്രസന്റേഷൻ എഡ്യൂക്കേഷൻ സെഷൻ ഞാനൊരു അക്കൗണ്ടിങ് കമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നില്ല, 250 പേരുണ്ട്. അപ്പം ഞാൻ അതിലേക്കൊരു ഓൺലൈൻ സെഷൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓൺലൈനിൽ തന്നെയാണെങ്കിൽ ഇതുപോലെ എടുക്കാൻ പറ്റും. കുറച്ച് പേരുണ്ടാവും, 250 പേരെന്ന് പറഞ്ഞാൽ കുറെ പേരൊക്കെ വരുന്നു വിചാരിക്കുക. റമദാൻ്റെ ഒരു സമയമായതുകൊണ്ടുള്ള പ്രോബ്ലമാണ്. റമദാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറെ മെമ്പേഴ്സിന് നമുക്ക് മലയാളത്തിലുള്ള ആൾക്കാരൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ താങ്ക് യു. ഒരുപാട് പ്രതീക്ഷയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളെ ക്ലബ്ബ് പ്രസിഡന്റ് ഡിസ്റ്റിംഗ്വിഷ് ആയി ഇപ്പൊ തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങളെ മലയാളം നല്ലതല്ല നിങ്ങൾ പറയുന്നത്, പക്ഷെ ഒരു അക്ഷരം പോലും എനിക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നിങ്ങളെ പ്രസംഗത്തിൽ. വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു കേട്ടോ. താങ്ക് യു. അപ്പം ഞാൻ അധികം ഇന്നത്തെ പ്രസംഗം വളരെ ഗംഭീരമായെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇവാലുവേഷനും സൂപ്പറായിരുന്നു. പൊതുവിൽ എല്ലാവരും വളരെ നന്നായി ചെയ്തു. ഞാൻ ഇന്ന് നമുക്ക് ബെസ്റ്റ് ടേബിൾ ടോപ്പ് ഒരു സ്പീക്കർ ആയതുകൊണ്ട് ബെസ്റ്റ് സ്പീക്കർ 1, ബെസ്റ്റ് ഇവാലുവേറ്ററും സെയിം തന്നെയാണ്. പക്ഷെ ടേബിൾ ടോപ്പിക്ക് 3 പേരും ബെസ്റ്റ് ഈക്വൽ വോട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഐ വിൽ ഷെയർ ദി സർട്ടിഫിക്കറ്റ്. ജസ്റ്റ് എ മൊമെന്റ്. ആ സമയത്ത് അപർണ മധുവിന് 2 വാക്ക് പറയാണ്ടി പറയട്ടെ. നമ്മുടെ ക്ലബ് കോച്ച് നമ്മുടെ കൂടെയുണ്ട്. മധു, പ്ലീസ് സർ പറയൂ സർ. മ്യൂട്ടാണ്, അതുകൊണ്ട് കേൾക്കണില്ല. മധു മ്യൂട്ടഡ്. ഓക്കെ, മധു മ്യൂട്ടഡ് ആണ്. അൺമ്യൂട്ട് ചെയ്യോ? അല്ലല്ല, വീട്ടിലാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് ശ്രമിച്ചിട്ടാവണില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ സ്വയം? അതെ, എനിക്ക് അതിനിടയ്ക്ക് ഒരു കോൾ വന്നതുകൊണ്ട് ഞാൻ ഓഫീസിലിരിക്കുന്ന, വീട്ടിലല്ല, ഇപ്പം ഓഫീസിൽ പോയിട്ടില്ല. ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ രാഘവൻ സാറിന് പറയുകയും ചെയ്യും. ഞാനൊരു പച്ച മലയാളിയായ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയാളം മീറ്റിങ്ങിൽ ടോസ്റ്റ് മാസ്റ്ററിന്റെ മീറ്റിൽ പങ്കെടുക്കുന്നത്. ഇത്രയ്ക്ക്
വളരെ നല്ലൊരു മീറ്റിംഗ് ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത്. അതിലെല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ക്ലബ് കോച്ച് എന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആദ്യമായിട്ട് നമുക്ക് ഒരു മെമ്പർഷിപ്പ് ഇപ്പൊ 9 മെമ്പേഴ്സോ ഉള്ളൂ, 9 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ഒരു 10 മെമ്പർ ഉണ്ട്, 10 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ഒരു 4-5 മെമ്പേഴ്സിനോട് കൂടുതൽ ചേർക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ജോയ് മാത്യു സാറിനോട്, മത്തായി സാറിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് ഞാനും രാഘവ് സാറും കൂടി പോയി മീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഇപ്പം അരക്കിട്ടുറപ്പിച്ച പോലെ ജോയ് മത്തായി സാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് 31 മാർച്ചിന് മുമ്പാണ് നമ്മുടെ റിന്യൂവല്. അപ്പൊ അതിന് മുമ്പ് ഒരു 5 മെമ്പേഴ്സിനെ എങ്ങനെയെങ്കിലും നമുക്ക് ചേർക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കുമെന്ന്, അത് ചെയ്യും ജോയ് മത്തായി സാർ എന്നുള്ളത് ഉറപ്പിലെടുത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് ഈ ടോസ്റ്റ് മാസ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതും എങ്ങനെയാണ് ഓരോ പാത്വേസ് ഫൈൻഡ് ചെയ്യേണ്ടതും ഇതെല്ലാം കൂടി നമുക്കൊരു ദിവസം എല്ലാവർക്കും ഒരു ചെറിയ സെഷൻ കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുവരാനും, ഇതൊരു ബൈലിംഗ്വൽ ക്ലബ്ബാണ്, അത് എനിക്കറിയാം. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മലയാളം മാത്രം ഉള്ളപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിരിക്കും. കാരണം എന്താ വെച്ചാൽ മലയാളത്തിൽ വന്ന് പിന്നെ ഇംഗ്ലീഷിലും സംസാരിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ക്ലബിന്. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ വേറൊരു കോച്ചുണ്ട്, മീന ലോച്ചിനോട് സംസാരിച്ചിട്ടുണ്ട്. ആള് കുറച്ച് മലയാളം മനസ്സിലാകാൻ പാടുണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, മലയാളം മനസ്സിലാവണേക്കാളുള്ള ഉപരി പ്രവൃത്തിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുടെയും കൂടി സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് മധു നായർ എന്നാണ്, മധുസൂദനൻ നായർ എന്നാണ് ഫുൾ നെയിം. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാരീഡാണ്. മാരീഡാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ഒരു മോളും ഒരു മോനും. ഞാനിവിടെ ഒരു 10-18 വർഷമായിട്ടുണ്ടാവും ദോഹയിൽ. അതുകൂടാതെ ഇപ്പം എല്ലാ വർഷം മൊത്തം വർഷം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഏജ് അസസ് ചെയ്യുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് നേരിൽ കാണാം. എല്ലാവർക്കും സന്തോഷം. നന്ദി, വളരെയധികം നന്ദി. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് ഇപ്പൊ കോച്ചും കൂടി നന്ദി നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ കോച്ചിനോട് പറയേണ്ട കാര്യം, ഞാൻ ഏരിയ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അറബിക് ക്ലബിലെല്ലാം മീറ്റിംഗിൽ പോയി ഇരിക്കുമായിരുന്നു. എനിക്ക് അറബി ഇപ്പോഴും ഒരു വാക്ക് പോലും മനസ്സിലാവില്ല. ഞാൻ ഇരിക്കുമായിരുന്നു. മലയാളം അത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതല്ല, ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്താൽ മാത്രമേ ആൾക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാണ്ടിരിക്കുള്ളൂ. അത് നമുക്ക് ശ്രമിക്കാം അടുത്ത മീറ്റിംഗിൽ. എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും നമ്മളെ മീറ്റിംഗ്, ഇംഗ്ലീഷ് ആയിരിക്കും. ഒരു ഇംഗ്ലീഷ് ഒരു മലയാളം അങ്ങനെയാണ്. എന്തായാലും ഡെഫിനറ്റ്ലി ഓക്കെ. അപ്പം ബെസ്റ്റ് സ്പീക്കർ നൗഷാദ്, ബെസ്റ്റ് ടേബിൾ ടോപ്പിക്സ് അനീഷ്, നൗഷാദ് ആൻഡ് ജോയ് മത്തായി, ആൻഡ് ബെസ്റ്റ് ഇവാലുവേറ്റർ അനീഷ്. എല്ലാവർക്കും കഴിയും. നല്ലൊരു മീറ്റിംഗ് കാഴ്ചവെച്ച് 82nd മീറ്റിംഗ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഓക്കെ.